അങ്ങനെയാണെങ്കിൽ നമ്മുടെ സയൻസിൻ്റെ 6ാം ക്ലാസ്സിൽ 5ാമത്തെ യൂണിറ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഒരാഴ്ചയും കൂടെ ഒരാഴ്ച ഉണ്ടെന്ന് പറയാം അല്ലേ നമ്മുടെ എക്സാമിന്. അപ്പോൾ അത്തരം ദിവസങ്ങളും കൂടെ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക. നമ്മൾ സയൻസിൻ്റെ 6ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റ് പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ എന്നുള്ള യൂണിറ്റാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം പുതിയ ടോപ്പിക്കുകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കറിയാം ലീനം, ലായനം, ലായകം ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ, അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ മിശ്രിതങ്ങൾ, മിക്സ്ചേഴ്സിൻ്റെ ചാപ്റ്ററാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ആ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പക്ഷേ പഴയ ടെക്സ്റ്റിനെക്കാട്ടിലും 2-3 ടോപ്പിക്കുകൾ കൂടുതൽ നമ്മുടെ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാഠം അത്യാവശ്യം ലെങ്തി ഉള്ളതാണ്. പക്ഷെ എന്നാലും ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ മോളിക്യൂൾസ്, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് മിക്സ്ചേഴ്സ്, അതിൽ തന്നെ എത്ര ടൈപ്പ് മിക്സ്ചേഴ്സ് ഉണ്ട്, അതിൻ്റെ എക്സാമ്പിൾസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു യൂണിറ്റിൻ്റെ അകത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് സ്കിപ്പ് അടിച്ചു വിടും കേട്ടോ. ബാക്കി നമ്മുടെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ 6ാമത്തെ യൂണിറ്റിലേക്ക് നോക്കാം. 5ാമത്തെ യൂണിറ്റിലേക്ക് നോക്കാം. പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ. ഇവിടെ ആദ്യം തന്നെ കൊച്ചു പറയുന്നുണ്ട്, അവർ മിക്സറാണ് കഴിക്കുന്നത്. കുറേ സാധനങ്ങൾ നമുക്കറിയാം. മിക്സ്ചർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് മിക്സ്ചർ, അതായത് മിശ്രിതങ്ങൾ, അതായത് കുറേ അധികം സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. കടലയുണ്ട്, കറിവേപ്പിലയുണ്ട്, അല്ലെങ്കിൽ ആ മിക്സറിൻ്റെ ആ കോല് പോലെ ഇരിക്കുന്ന അതുണ്ട്, പിന്നെ പല ഷേപ്സിലുള്ളതുണ്ട്, ബോളായിട്ടിരിക്കുന്നതുകൊണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എന്തുകൊണ്ടാണ്, അതായത് അവന് അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് അപ്പോൾ പപ്പ പറയുന്നുണ്ട്, ഈ പലഹാരത്തിൻ്റെ പ്രത്യേകതയാണ് മോനെ പിന്നീട് അതിൻ്റെ പേരായി മാറിയത്. മിക്സ്ചർ, അതായത് കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൻ്റെ അകത്തും അത് തന്നെയാണ് പറയുന്നത്. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ പലതരത്തിലുള്ള മിശ്രിതങ്ങൾ അടങ്ങിയതാണ്. എന്നാൽ ചിലത് ഒന്നും അടങ്ങാത്തതുണ്ട്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ പലതരത്തിലുള്ള മിക്സ്ചേഴ്സ് ഉള്ളതാണ്. ഇവിടെ സിമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെയും കമ്പോസ്റ്റിൻ്റെയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സാലഡ്, മാങ്ങാച്ചാർ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്കറിയാം ആ സാധനങ്ങളൊക്കെ പലതരത്തിലുള്ള മിക്സ്ചേഴ്സാണ് അല്ലേ. അതായത് മാങ്ങാച്ചാർ എന്ന് പറയുമ്പം മാങ്ങ മാത്രമല്ല, അതുണ്ടാക്കാനുള്ള പലതരത്തിലുള്ള സാധനങ്ങളുണ്ട്, പൊടികളുണ്ട്, അതുപോലെ തന്നെ വിനാഗിരി ഒഴിക്കുന്നുണ്ട്, അങ്ങനത്തെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണ് മിക്സ്ചർ അല്ലെങ്കിൽ എന്താണ് മിശ്രിതങ്ങൾ എന്നാണ് പറയാൻ പോകുന്നത്. നോക്കിക്കേ, ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങൾക്ക് പറയുന്ന പേരാണ് മിശ്രിതങ്ങൾ. അതായത് ഒന്നിലധികം കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിലുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് മിശ്രിതങ്ങൾ അല്ലെങ്കിൽ മിക്സ്ചേഴ്സ് എന്ന് പറയും. ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. ഇനി പലതരത്തിലുള്ള മിശ്രിതങ്ങളുണ്ട്. ഇത് 2 ടൈപ്പാണ് മെയിനായിട്ട് നമ്മൾ പറയുന്നത്. അതൊക്കെ നമുക്ക് താഴേക്ക് വരുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് തയ്യാറാക്കിയ മിശ്രിതം, അതിലെ ഘടക പദാർത്ഥങ്ങൾ അത് നോക്കണ്ടേ. നമുക്ക് ക്ലാസ്സിൽ എങ്ങനെ അത് ഉണ്ടാക്കാം എന്നുള്ളതുള്ളൂ. നമുക്കറിയാം നാരങ്ങ വെള്ളമാണെങ്കിൽ എന്തൊക്കെ വേണം അതിൻ്റെ അകത്ത്? നാരങ്ങ നീര് വേണം, വെള്ളം വേണം, പഞ്ചസാര, ഉപ്പ് അല്ലേ, പിന്നെ സോഡ. നാരങ്ങ വെള്ളമാണെങ്കിൽ സോഡയും കൂടെ. അപ്പോൾ ആ ഒരു പലതരത്തിലുള്ള ഘടക പദാർത്ഥങ്ങൾ നമ്മുടെ ഈ ഒരു മിശ്രിതത്തിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതെങ്ങനെ മിശ്രിതങ്ങളാക്കാം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, അതിൽ തന്നെ ഈ ഒരു ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ താഴായിട്ട് വന്നത് ദ്രാവകങ്ങളുണ്ട്, ഖരപദാർത്ഥങ്ങളുണ്ട്, അതുപോലെ തന്നെ വാതകമുണ്ട്. അപ്പോൾ ഒരു പദാർത്ഥത്തിന് 3 അവസ്ഥകൾ നമ്മൾ പറഞ്ഞ ഖരം, ദ്രാവകം, വാതകം എന്നുള്ളത്. അതിൽ തന്നെ പലതരത്തിലുള്ള തന്മാത്രകളുണ്ട്, അല്ലെങ്കിൽ അതിൽ തന്നെ മിശ്രിതങ്ങളായിട്ടുള്ളതുണ്ട്. അതായത് ഖരവസ്തുക്കൾ അലിഞ്ഞു ചേർന്ന മിശ്രിതങ്ങളുണ്ട്, അല്ലെങ്കിൽ ദ്രാവക വസ്തുക്കൾ, അല്ലെങ്കിൽ ഒന്നിലധികം ഖരവസ്തുക്കൾ, പിന്നെ ഖരവും കൂടെ ചേർന്നിട്ടുള്ള വസ്തുക്കൾ, അങ്ങനെ പലതരത്തിലുള്ള മിശ്രിതങ്ങളുണ്ട്. ഇതിപ്പോൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മിശ്രിതങ്ങളിൽ നിന്ന് വേർതിരിച്ചെഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത് ഈ പുതിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഖരം ഏതൊക്കെ, ദ്രാവകം ഏതൊക്കെ, അങ്ങനെ മിക്സ്ചേഴ്സ് നമുക്ക് പൊതുവേ ചോദിച്ച് കണ്ടിട്ടില്ല. നമ്മളോട് പൊതുവേ ചോദിക്കുന്നത് ഹോമോജീനിയസും ഹെട്രോജീനിയസും. ആ 2 എണ്ണത്തിൻ്റെ ഉദാഹരണങ്ങളാണ് നമുക്ക് പൊതുവേ ഈ ഒരു ചാപ്റ്റർ ബേസിസ് ചെയ്ത് ചോദിക്കാറുള്ളത്. അപ്പോൾ അത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നോക്കിയാൽ ലായനികളിലെ വൈവിധ്യം, ഇതാണ് ഈ ഒരു ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കി, വാതകം ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായനികളും, അത് ഒന്നാമത്തെ ഒരു പോയിന്റ്. അതായത് വാതകം ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായനി. അതുപോലെ തന്നെ ഖരപദാർത്ഥം
മറ്റൊരു ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായനികളും ഉണ്ട്. 2 ടൈപ്പ് ഉണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞാൽ ഖരം, വാതകം, ദ്രാവകം, അങ്ങനെ 3 തരത്തിലുള്ള സ്റ്റേജസ് ഉണ്ട്. അതിൽ തന്നെ ഈ വാതകം ഖരവുമായിട്ട് ചേർന്നുണ്ടാകുന്ന, ഖരപദാർത്ഥത്തിൽ ചേർന്നുണ്ടാകുന്ന ലായനിയുണ്ട്. അതുപോലെ തന്നെ ഖരവും ഖരപദാർത്ഥം മറ്റൊരു ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായനികളുമുണ്ട്. പല്ലേഡിയം എന്ന ഖരവും ഹൈഡ്രജൻ എന്ന വാതകവും ചേർന്നുണ്ടാകുന്ന ലായനി ഒരു ഖരവാതക ലായനിയാണ്. അപ്പം ഖരവാതക ലായനിക്കൊരു എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. എന്ത്? പല്ലേഡിയം എന്നുള്ളൊരു ഖരവും അതുപോലെ തന്നെ ഹൈഡ്രജൻ എന്ന വാതകവും. അതെന്തിന് എക്സാമ്പിളാണ്? ഖരവാതക ലായനിക്ക് എക്സാമ്പിളാണ്. പല്ലേഡിയം ഒരു ഖരവസ്തുവാണ്, നമ്മുടെ ഹൈഡ്രജൻ നമുക്കറിയാം വാതകമാണ്. അത് രണ്ടും കൂടെ ചേരുമ്പം ഖരവാതക ലായനിയായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്വർണം. ഇന്നായപ്പോൾ തന്നെ സ്വർണത്തിൻ്റെ വില 80 അല്ലേ, റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്വർണം, പിച്ചള, വെങ്കലം തുടങ്ങിയ ലോഹസങ്കരങ്ങൾ ഖരം മറ്റൊരു ഖരത്തിൽ ലയിച്ച ലായനികളാണ്. അതായത് സ്വർണം, പിച്ചള, വെങ്കലം തുടങ്ങിയിട്ടുള്ള ലോഹസങ്കരങ്ങൾ എന്താണ്? ഖരം മറ്റൊരു ഖരത്തിൽ ലയിച്ച ലായനിയാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ എന്താണ്? ഖരം വാതക ലായനി. ഇപ്പോഴാണെങ്കിൽ ഖരം. അത് ഖരപദാർത്ഥത്തിൽ മറ്റൊരു ഖരപദാർത്ഥം ലയിച്ചുണ്ടാകുന്നതാണ് നമ്മുടെ ഈ സ്വർണവും പിച്ചളയും വെങ്കലമൊക്കെ. നമ്മൾ പറയും 916 ഹോൾമാർക്ക് അല്ലേ, ആ ഒരു രീതി നമ്മൾ സ്വർണത്തിൻ്റെ കാര്യം പറയുന്നത്. അതിലെന്താണ് പറയുന്നത്? 1000 ഗ്രാം സ്വർണം ഉണ്ടാക്കാൻ വേണ്ടി 916 ഗ്രാം സ്വർണവും 84 ഗ്രാം മറ്റ് ലോഹങ്ങളും, അതായത് വെള്ളിയും ചെമ്പും ചേർത്തുണ്ടാക്കുന്ന സ്വർണത്തെയാണ് നമ്മൾ 916 എന്ന് പറയുന്നത് അല്ലേ. അതിൽ നമുക്ക് 1000 ഗ്രാം ആണ് നമ്മുടെ സ്വർണത്തിൻ്റെ ഇത് പറയുമ്പം 1000 ഗ്രാം, അതിൽ 916 ഗ്രാം എന്താണ്? സ്വർണം വരും. ബാക്കി 84 ഗ്രാം എന്താണ്? മറ്റ് ലോഹങ്ങൾ, അതായത് വെള്ളിയും ചെമ്പും ചേർന്നുണ്ടാകുന്നതാണ്. അപ്പോൾ ഇതും എന്താണ്? ഒരു ഖര ലായനിയാണ്. ഇതൊരു ഖരപദാർത്ഥത്തിൽ മറ്റൊരു ഖരപദാർത്ഥം ചേർന്ന മിശ്രിതമാണ് ഇത് നമ്മുടെ സ്വർണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രേ ഉള്ളൂ, മിക്സ്ചേഴ്സ്. ഇതെല്ലാം എന്താണ്? മിശ്രിതങ്ങളാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ മാത്രമല്ല, ഖരപദാർത്ഥങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ദ്രാവകങ്ങളായിക്കോട്ടെ വാതകങ്ങളായിക്കോട്ടെ, അതിൽ എന്തുണ്ട്? മിശ്രിതങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതും മിക്സ്ചേഴ്സിന് ഉദാഹരണങ്ങളാണ് എന്ന രീതിയിലേക്ക് പറഞ്ഞിരിക്കുന്നതാണിത്. അതിൽ തന്നെ ഖരവാതക ലായനിയുണ്ട്, ഖരലായനിയും ഉണ്ട്. അതാണ് ഇതിൻ്റെ മിക്സ്ചേഴ്സ്, അതായത് മിശ്രിതങ്ങൾ. നമ്മൾ പറയും കഴിക്കുന്നതിൽ മാത്രമേ ഉള്ളൂ, അങ്ങനല്ല, എല്ലാത്തിലും തന്നെ എന്തുണ്ട്? മിശ്രിതങ്ങൾ എന്ന ആ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയാൻ വേണ്ടിയാണ് ഈ ഒരു ഖരം, ദ്രാവകം, വാതകം എന്നുള്ള രീതിയിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ എക്സാമ്പിൾസ് ഓർത്തിരിക്കുന്നത്, കാരണം ഇത് നമ്മുടെ പുതിയ ടെക്സ്റ്റിൽ വന്നിരിക്കുന്ന ഒരു പോർഷനാണ്. ഈ ഖരം, വാതകം ലായനിയും അതുപോലെ തന്നെ ഖര ലായനിയും, അതിലെ സ്വർണത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെ പല്ലേഡിയം എന്ന ഖരവും ഹൈഡ്രജൻ എന്ന വാതകവും ചേർന്നുണ്ടാകുന്ന ലായനിയും, ആ ഒരു പേരുകളൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വിവിധ തരം മിശ്രിതങ്ങൾ നമ്മൾ പറഞ്ഞു. ഇപ്പം മിശ്രിതങ്ങൾ പറയുമ്പോൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിലാണെങ്കിൽ സാലഡ് അല്ലേ, അതിൻ്റെ അകത്ത് പലതരത്തിലുള്ള വെജിറ്റബിൾസ് നമ്മൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മിക്സ്ചർ കഴിക്കുന്നത് അല്ലേ, അതിൻ്റെ അച്ചാറുണ്ടാക്കുന്നതായിക്കോട്ടെ, അതിലെല്ലാം പലതരത്തിലുള്ള ഘടകങ്ങളുണ്ട്. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നോക്കിക്കേ, വിവിധ തരം മിശ്രിതങ്ങൾ തയ്യാറാക്കിയല്ലോ ഒരേ വലുപ്പമുള്ള ഗ്ലാസ്സുകളിൽ തുല്യ അളവിൽ വെള്ളമെടുത്ത് താഴെ പറയുന്നത് തയ്യാറാക്കി നിരീക്ഷിക്കും. പഞ്ചസാര അലിഞ്ഞു ചേർന്ന വെള്ളം, ഉപ്പ് ലായനി, ചോക്കുപൊടി കലർത്തിയ വെള്ളം അല്ലേ. അപ്പോൾ നമ്മൾ പഞ്ചസാര അലിഞ്ഞു ചേർന്ന വെള്ളം, നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതിൻ്റെ അകത്ത് നാരങ്ങ മാറ്റി ബാക്കിയുള്ളത്, പിന്നെ അതുപോലെ തന്നെ ഉപ്പ് ലായനി, പിന്നെ ചോക്കുപൊടി കലർത്തിയ വെള്ളം. ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ഈ മിശ്രിതങ്ങളെല്ലാം ഒരുപോലെയാണോ? പഞ്ചസാര കലർത്തിയ വെള്ളം നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ അറിയാം, നമുക്ക് ആ പഞ്ചസാര വെള്ളം നന്നായിട്ട് അലുത്ത് പോവും. അതുപോലെ തന്നെ ഉപ്പിൻ്റെ ആണെങ്കിലും അലുത്ത് പോവും. പക്ഷേ ചോക്കുപൊടിയുടെ ആണെങ്കിൽ ആ ഒരു വൈറ്റ് കളറ് നന്നായിട്ട് കാണാൻ പറ്റും അല്ലേ. പഞ്ചസാര ലായനിക്കും ഉപ്പ് ലായനിക്കും എന്തെല്ലാം സാമ്യങ്ങളുണ്ട് നമ്മൾ നോക്കിയാൽ, പഞ്ചസാരയുടെ വെള്ളത്തിലും ഉപ്പ് ലായനിയുടെ വെള്ളവും നമുക്ക് ഏകദേശം ആ വെള്ളത്തിൻ്റെ കളറായിട്ടേ കാണത്തുള്ളൂ, കാരണം പഞ്ചസാരയും ഉപ്പും വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നുണ്ട്. പക്ഷേ ചോക്കുപൊടി കലർന്ന വെള്ളവും ഉപ്പ് ലായനിയും തമ്മിൽ നോക്കുമ്പോഴെന്താ, ചോക്കുപൊടിക്ക് ആ ഒരു വൈറ്റ് കളർ നല്ല രീതിയിൽ തെളിഞ്ഞു നിൽക്കും, പക്ഷെ ഉപ്പ് ലായനിയുടേത് നന്നായിട്ട് അടിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഒരു പരീക്ഷണം കൂടെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് പഞ്ചസാര അലിഞ്ഞു ചേർന്ന വെള്ളം, പിന്നെ പഞ്ചസാര ഇളക്കി ചേർക്കാത്ത വെള്ളം, അതിൽ ഓരോ ഭാഗത്തെയും ടേസ്റ്റ് നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു ഒരു കാര്യം അല്ലെങ്കിൽ ഒരു മിക്സ്ചർ, അല്ലെങ്കിൽ നമ്മളിപ്പം
ഒരു മിശ്രിതം ഉണ്ടാക്കുമ്പോൾ അതിലെ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ്, നമ്മൾ പറയുന്ന തന്മാത്രകളാണ്. തന്മാത്രയുടെ കാര്യം ഈ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ അവസാനമാണ് പറയുന്നത്, പക്ഷെ നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ അത് ഏറ്റവും ആദ്യം തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പല കൺഫ്യൂഷൻസും ഒഴിവാക്കാൻ പറ്റും. പഴയ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ തന്മാത്രയുടെ കാര്യം പറയുന്ന ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. അപ്പോൾ ഈ തന്മാത്രകളെല്ലാം കൂടെ ചേർന്നാണ് ഈ മിക്സ്ചേഴ്സ് ആയിട്ട് ഉണ്ടാകുന്നത് തന്നെ. നമുക്കറിയാം പഞ്ചസാര, നമ്മളിപ്പോൾ പഞ്ചസാര ഏറ്റവും വലിയൊരു കഷ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്താലും അല്ലെങ്കിൽ ഏറ്റവും തരിതരിയായിട്ട് ടേസ്റ്റ് ചെയ്താലും പഞ്ചസാരയുടെ ടേസ്റ്റ് എന്താണ്? മധുരം തന്നെയായിരിക്കും. അല്ലാതെ ഏറ്റവും വലിയ കഷ്ണത്തിന് ഭയങ്കര മധുരവും ഏറ്റവും ചെറിയ കഷ്ണത്തിന് മധുരം കുറവും അങ്ങനെ ഒരു ഇതില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉപ്പിൻ്റെ കാര്യം, അല്ലേ? ഉപ്പ് കല്ല് അത് നല്ല ഉപ്പാണ്, അതുപോലെ തന്നെ തരിതരിയായിട്ടിരുന്നാലും അത് ഉപ്പിൻ്റെ ടേസ്റ്റ് മാറുന്നില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, നോക്കിക്കേ, നന്നായി ഇളക്കി ചേർത്ത പഞ്ചസാര ലായനിയിൽ എല്ലായിടത്തും മധുരം ഒരുപോലെയാണോ? അതുപോലെ തന്നെ ഇളക്കി ചേർക്കാത്ത പഞ്ചസാര ലായനിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എടുത്ത ലായനിയുടെ രുചിയോ? നമുക്കറിയാം ഇളക്കി ചേർത്തതാണെങ്കിൽ, ഇപ്പം നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പം പഞ്ചസാര നന്നായിട്ട് ഇളക്കി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ നാരങ്ങ വെള്ളത്തിന് എന്തായിരിക്കും ടേസ്റ്റ്? നല്ല മധുരമായിരിക്കും. ഇനി അല്ല, പഞ്ചസാര നമ്മൾ ഇളക്കിയിട്ടില്ല, അപ്പോൾ എന്താണ്? പഞ്ചസാര ഇവിടെ കുടുങ്ങിക്കിടക്കും. മേളിൽ എന്താണ്? നമ്മുടെ വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു സ്പൂൺ എടുത്ത് കുടിച്ചാൽ എന്തായിരിക്കും ടേസ്റ്റ്? വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഉള്ളൂ, അല്ല പഞ്ചസാര അലിഞ്ഞ് ചേർന്നിട്ടില്ല, അപ്പോൾ പഞ്ചസാര ടേസ്റ്റ് ഇല്ല. ഇനി അടിയിൽ നിന്ന് എടുത്താലോ, ആ പഞ്ചസാര എല്ലാം കൂടെ നമ്മുടെ സ്പൂണിൽ കിട്ടുകയും ചെയ്യും, അത് നമ്മുടെ വായിൽ പോകുമ്പോൾ അവിടെ മാത്രം ഒരു മധുരം വരികയും ചെയ്യും. പക്ഷെ രണ്ടിലും എന്താണ്? ഘടക പദാർത്ഥങ്ങൾ എന്താണ്? സെയിം ആണ്, അല്ലേ? നമ്മൾ പറഞ്ഞു ഒന്നിൽ കൂടുതൽ ഘടക പദാർത്ഥങ്ങൾ ഉള്ളതാണ് മിക്സ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ രണ്ടിലും എന്താണ്? ഒന്നാമത്തേതിലും നമ്മൾ വെള്ളവും പഞ്ചസാരയാണ് എടുത്തത്, രണ്ടാമത്തേതിലും വെള്ളവും പഞ്ചസാര തന്നെ എടുത്തേ, പക്ഷേ രുചി വ്യത്യാസം ഉണ്ട്, അല്ലേ? ഒന്നാമത്തേതിൽ അത് അലിഞ്ഞു ചേർന്നത് കൊണ്ട് തന്നെ പഞ്ചസാരയുടെ ടേസ്റ്റ് വന്നു, രണ്ടാമത്തേത് അതിൽ അലിഞ്ഞ് ചേരാത്തത് കൊണ്ട് തന്നെ പഞ്ചസാരയുടെ ടേസ്റ്റ് വന്നുമില്ല. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ പലതരത്തിലുള്ള മിശ്രിതങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. നോക്കിക്കേ, ഏകാത്മക മിശ്രിതങ്ങളും ഭിന്നാത്മക മിശ്രിതങ്ങളും, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ടെണ്ണം. ഹോമോജീനിയസ് മിക്സ്ചേഴ്സും അതുപോലെ തന്നെ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സും. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണുള്ളതെങ്കിൽ അത്തരം മിശ്രിതങ്ങളാണ് ഏകാത്മക മിശ്രിതങ്ങൾ. അതായത് ആ മിശ്രിതത്തിൻ്റെ എവിടെ നിന്ന് എടുത്താലും ഒരേ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഉപ്പുവെള്ളം കലക്കി കഴിഞ്ഞാൽ അത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് എടുത്താലും എന്താണ്? ഉപ്പിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു മിക്സ്ചറിൻ്റെ ഏത് ഭാഗത്തു നിന്ന് എടുത്താലും ആ ഒരേ സ്വഭാവമുള്ളതാണെങ്കിൽ അത്തരം മിശ്രിതങ്ങളാണ് എന്ത്? ഏകാത്മക മിശ്രിതം എന്നുള്ളത്. നമ്മുടെ അതിൻ്റെ എക്സാമ്പിൾ വരുന്നതാണ് നമ്മുടെ പഞ്ചസാര വെള്ളം അല്ലെങ്കിൽ ഉപ്പ് വെള്ളം. ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? നമ്മുടെ ഏകാത്മക മിശ്രിതത്തിന് എക്സാമ്പിളാണ്. ഇനി ഭിന്നാത്മക മിശ്രിതമാണെങ്കിലോ, ഒരു മിശ്രിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സ്വഭാവങ്ങളാണുള്ളതെങ്കിൽ അത്തരം മിശ്രിതങ്ങളാണ് എന്ത്? ഭിന്നാത്മക മിശ്രിതം. ഇപ്പം നമ്മൾ പഞ്ചസാര വെള്ളവും ഉപ്പ് വെള്ളവും കലക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എവിടെ നിന്ന് മേളിൽ നിർത്താലും താഴെ നിർത്താലും ടേസ്റ്റ് പഞ്ചസാരയുടെ തന്നെയാണ് അല്ലെങ്കിൽ ഉപ്പിൻ്റെ തന്നെയാണ്, സെയിം ടേസ്റ്റ് ആയിരിക്കും, അല്ലേ? പക്ഷെ അല്ല, ഒരു മിശ്രിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സ്വഭാവങ്ങളാണ് ഉള്ളതെങ്കിൽ അത്തരം മിശ്രിതങ്ങളാണ് എന്ത്? ഭിന്നാത്മക മിശ്രിതങ്ങൾ. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? അതിന് എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ മിക്സ്ചർ, അല്ലേ? നമ്മൾ കഴിക്കുന്ന നമ്മുടെ മിക്സറുണ്ട്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ സാലഡ്, അല്ലേ? സാലഡിൻ്റെ എല്ലായിടത്തും നിന്ന് എടുക്കുമ്പോൾ ഒരേ ടേസ്റ്റ് ആണോ? ചിലപ്പോൾ നമുക്ക് തക്കാളിക്ക് വെള്ളരിക്ക കിട്ടാം, ചിലപ്പോഴാണെങ്കിൽ സവോള അല്ലെങ്കിൽ പച്ചമുളക് കിട്ടാം. അപ്പോൾ പലതരത്തിലുള്ള ടേസ്റ്റിന് വ്യത്യാസം വരും, അല്ലേ? നമ്മളിപ്പം പിന്നെ ഇപ്പോൾ എക്സാമ്പിൾ വരും, നമ്മുടെ അച്ചാറാണെങ്കിലും അതിൻ്റെ അടുത്ത് പുളിയുണ്ട് ഉപ്പുമുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള മിശ്രിതങ്ങൾ, അതായത് ഒരു മിശ്രിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സ്വഭാവങ്ങളാണ് ഉള്ളതെങ്കിൽ അത്തരം മിശ്രിതങ്ങളാണ് ഏത്? ഭിന്നാത്മക മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ ഓർത്തിരിക്കണം, മാറിപ്പോകരുത്. ഏകാത്മകം എന്ന് പറയുമ്പം എവിടെ നിന്നും നമ്മൾ എടുത്ത് നോക്കിയാലും അതിൻ്റെ ടേസ്റ്റ് സെയിം ആയിരിക്കും. ഇനി നമ്മൾ ഒരു മിക്സറിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ പല സൈഡിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ പലതരത്തിലുള്ള ടേസ്റ്റാണ് വരുന്നതെങ്കിൽ അതാണ് ഏത്? നമ്മുടെ ഭിന്നാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഏകാത്മക മിശ്രിതങ്ങളെന്നും എന്താണ് ഭിന്നാത്മക മിശ്രിതങ്ങളെന്നും അതിൻ്റെ എക്സാമ്പിൾസും ഓർത്തിരിക്കണം.
വളരെ സിമ്പിളായിട്ട് ഓർത്താലും നന്നായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരൊറ്റ ടേസ്റ്റ് മാത്രമേ വരുന്നുള്ളെങ്കിൽ എവിടെ നിന്ന് എടുത്താലും ഒറ്റ ടേസ്റ്റ് ആണെങ്കിൽ അത് എന്താണ് ഏകാത്മക മിശ്രിതമാണ്. ഇനി അല്ല മിക്സ്ഡ് ആയിട്ടിരിക്കുന്നത് അല്ലേ, മിക്സ്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കുറേ സബ്സ്റ്റൻസിൻ്റെ ഒരു കൂട്ടമാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന അതിൻ്റെ എവിടെ നിന്ന് ടേസ്റ്റ് ചെയ്താലും പലതരത്തിലുള്ള ടേസ്റ്റുകൾ വരും അല്ലേ. നമ്മൾ ഫ്രൂട്ട് സലാഡ് അതാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ഫ്രൂട്ട് സാലഡ് അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, പിന്നെ നമ്മുടെ ഗ്രേപ്സ് ഇടാറുണ്ട് അല്ലേ. പലതരത്തിലുള്ള മിക്സിൻ്റെ കൂട്ടം നമ്മുടെ ഫ്രൂട്ട് സലാഡ്. അപ്പോൾ അതൊക്കെ വരുന്ന എന്താണ്, ഒരു മിശ്രിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സ്വഭാവങ്ങളാണ് ഉള്ളതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്, ഭിന്നാത്മക മിശ്രിതം എന്നുള്ളത്. അപ്പോൾ ഹോമോജീനിയസ് മിക്സ്ചർ എന്താണ്, ഹെട്രോജീനിയസ് മിക്സ്ചർ എന്താണ്, അതിൻ്റെ ഡിഫറൻസുകൾ എന്താണെന്നൊക്കെ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തിരിക്കുക. ഇവിടെ കുറച്ച് ഏകാത്മക മിശ്രിതങ്ങൾ അല്ലെങ്കിൽ ഭിന്നാത്മക മിശ്രിതങ്ങൾ അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഓർക്കുക. കമ്പോസ്റ്റ് വളവ്, കോൺക്രീറ്റ്, നാം കഴിക്കുന്ന മിക്സ്ചർ, അതെല്ലാം എന്താണ്, ഏകാത്മക മിശ്രിതമാണോ ഭിന്നാത്മക മിശ്രിതങ്ങളായിരിക്കുമോ? കമ്പോസ്റ്റ് വളം, കോൺക്രീറ്റ്, മിക്സ്ചറൊക്കെ അത് ഏത് കോളത്തിൻ്റെ അകത്ത് വരും, ഏകാത്മകമാണോ ഭിന്നാത്മകമാണോ? കമ്പോസ്റ്റ് വളം, കോൺക്രീറ്റ്, പിന്നെ നമ്മൾ കഴിക്കുന്ന നമ്മുടെ മിക്സ്ചർ, എരിവുള്ളതുകൊണ്ട് എരിവില്ലാത്ത മിക്സ്ചറൊക്കെ ഉണ്ട്. അത് ഇതിൻ്റെ അകത്ത് വരും, ഏകാത്മക മിശ്രിതത്തിൻ്റെ അകത്ത് വരുമോ ഭിന്നാത്മക മിശ്രിതത്തിൻ്റെ അകത്ത് വരുമോ? ഭിന്നാത്മക, ശരിയാണ്, ഭിന്നാത്മക മിശ്രിതത്തിനകത്ത് വരും. കാരണം കമ്പോസ്റ്റ് വളം നമുക്കറിയാം അതിൻ്റെ ധാരാളം ഇതടങ്ങിയിട്ട് വേസ്റ്റ് അല്ലേ, ബയോഗ്യാസ് പോലെ അല്ലെങ്കിൽ വേസ്റ്റുകൾ ധാരാളം നമ്മുടെ കമ്പോസ്റ്റ് വളത്തിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺക്രീറ്റ് ആണെങ്കിലും സിമെൻ്റ് ഉണ്ട്, വെള്ളമുണ്ട്, അങ്ങനെ ആ ഒരു മിക്സ്ചറാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന മിക്സ്ചറാണെങ്കിലും അതിൻ്റെ അകത്ത് ധാരാളം മിശ്രിതങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, ഭിന്നാത്മക മിശ്രിതത്തിൻ്റെ അകത്താണ് വരുന്നത് തന്നെ. ഓക്കെ, അപ്പം ഏകാത്മക മിശ്രിതം എന്ന് വരുമ്പോൾ നമുക്കറിയാം ആ ഒരു ഒറ്റ സബ്സ്റ്റൻസേ കാണുള്ളൂ അതിൻ്റെ അകത്ത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ്, എന്നാൽ എല്ലാ മിശ്രിതങ്ങളും ലായനികളല്ല. നമ്മൾ പറഞ്ഞു എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ്. എന്താണ് ലീനം, ലായകം, ലായനി? ലീനം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എടുക്കുന്ന ആ ഒരു സബ്സ്റ്റൻസ് അല്ലേ. ഇനി ലായനി, ലീനം, ലായകം, ലായനി. ലായകം എന്ന് പറഞ്ഞാൽ എന്താണ്, ലായകം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതിലാണോ ഈ ലീനം കലർത്തുന്നത് അത് ലായകം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഉണ്ടാകുന്ന സാധനമാണ് എന്ത്, ലായനി അല്ലേ. നമ്മൾ പഞ്ചസാര ലീനമായിട്ട് എടുത്താൽ ലായകം എന്താണ്, എന്തിലാണ് നമ്മളത് കലക്കുന്നത്, വെള്ളത്തിൽ. അത് രണ്ടും കൂടെ തമ്മിൽ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നാരങ്ങയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്താണ്, പഞ്ചസാര വെള്ളമായിട്ട് മാറുന്നത്, അതാണ് നമ്മുടെ ലായനി. അപ്പോൾ ആ ഒരു ലായനി, എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ്. അതായത് ഏതെങ്കിലും രണ്ട് പദാർത്ഥങ്ങൾ ചേർന്നിട്ടാണ് ഈ ലായനി ഉണ്ടാകുന്നത്. പക്ഷേ എന്നാൽ എല്ലാ മിശ്രിതങ്ങളും ലായനികളല്ല അല്ലേ. ആ കൊച്ചു പറഞ്ഞ കറക്റ്റ് ആൻസറാണ്. നമ്മൾ പറഞ്ഞു എല്ലാ ലായനികളും നമ്മളിങ്ങനെ ഉണ്ടാകുന്ന ഈ ലായനികളെല്ലാം മിശ്രിതങ്ങളാണ്, മിക്സ്ചേഴ്സ് ആണെന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ എല്ലാ മിശ്രിതങ്ങളും ലായനികളല്ല. നമുക്ക് നോക്കാം മിശ്രിതങ്ങൾ നിത്യജീവിതത്തിൽ എന്തുകൊണ്ടാണ് അവനിങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം. നമ്മൾ പറഞ്ഞു, നമ്മൾ മുമ്പേ ആ ഭിന്നാത്മക മിശ്രിതം അല്ലെങ്കിൽ ഏകാത്മക മിശ്രിതം എഴുതിയപ്പോൾ തന്നെ അതിൻ്റെ എക്സാമ്പിൾസ് നോക്കി പറഞ്ഞു എന്താണ്, നമ്മുടെ കമ്പോസ്റ്റ് വളം അല്ലെങ്കിൽ കോൺക്രീറ്റ് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ മിക്സ്ചർ, അതെല്ലാം മിശ്രിതങ്ങളാണ്. പക്ഷെ അതെല്ലാം ലായനികളാണോ? അല്ല അല്ലേ. ലീനം ലായകത്തിൽ ലയിച്ച് ചേരുമ്പോഴാണ് ലായനി ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു കൂടിച്ചേരൽ നമ്മുടെ കമ്പോസ്റ്റ് വളം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മിക്സ്ചർ അതിലൊരു ലായനി ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ആ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. അവൻ പറഞ്ഞപ്പോൾ ആ ഡീറ്റെയിൽ ആയിട്ട് സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ആ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ മതി. വെള്ളമായിട്ടിരിക്കുന്ന ആ ഒരു ലായനി എന്നുള്ള ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ് അവിടെ മെയിനായിട്ട് ഓർത്തിരിക്കുന്നത്. അതായത് ലായനികളെല്ലാം മിശ്രിതങ്ങളാണ്, പക്ഷെ മിശ്രിതങ്ങളെല്ലാം ലായനികളാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം മിക്സ്ചേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മുടെ വായു, അറ്റ്മോസ്ഫിയർ എടുക്കാൻ പറ്റും. നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ മാത്രമല്ല, അല്ലാതെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഉപയോഗിക്കുന്ന, അതായത് നമ്മുടെ കമ്പോസ്റ്റ് വളം അല്ലെങ്കിൽ നമ്മുടെ കോൺക്രീറ്റ്, ഇതെല്ലാം മിക്സ്ചേഴ്സാണ്. അപ്പോൾ അത് ആ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ലായനികളെല്ലാം തന്നെ ലായനികളെല്ലാം മിശ്രിതങ്ങളാണ്, പക്ഷെ മിക്സ്ചേഴ്സ് ഒന്നും എല്ലാ മിക്സ്ചേഴ്സും ലായനികൾ അല്ല. ഇവിടെ തന്നിട്ടുണ്ട് ഒരു മിശ്രിതം, എന്താണ്, നാം ശ്വസിക്കുന്ന വായു അല്ലേ. വായു ഒരു മിശ്രിതമാണ്. കാരണം എന്താണ്, നമുക്കറിയാം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ധാരാളം വാതകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടേബിൾ നമ്മൾ പഠിച്ചതാണ്, നമ്മുടെ പഴയ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞായിരുന്നു അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം എന്താണ്, നൈട്രജൻ ആണ് അല്ലേ.
അതിന് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജനായി ബാക്കി മറ്റുള്ളവ ആർഗൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതേഴ്സിൻ്റെ അകത്ത് വിടും. അത് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നൊക്കെ നമ്മളിത് ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രേ ഉള്ളൂ, വായു ഒരു മിശ്രിതമാണ്, പക്ഷെ അതൊരു എന്താണ് ലായനി ഒന്നും അല്ല, അതേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വായു ഒരു മിശ്രിതമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ഏതൊക്കെയാണ് വായുവിലെ ഘടകങ്ങൾ, അവയുടെ അളവുകൾ താരതമ്യം ചെയ്യൂ. വായു ഒരു മിശ്രിതമാണെന്ന് മനസ്സിലായല്ലോ. വായുവിലെ ഘടകങ്ങൾ ഇതേ അളവിൽ നിലനിൽക്കേണ്ടതില്ലേ? ശ്വസനം, പ്രകാശ സംശ്ലേഷണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ വായുവിലെ ഏതൊക്കെ ഘടകങ്ങളെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുകയും ഓക്സിജൻ കുറയുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം എന്താ സംഭവിക്കുക, നമുക്ക് ശ്വാസമുട്ടലുണ്ടാകും. അത് നമ്മളെ മാത്രമല്ല എല്ലാത്തിനെയും അഫക്റ്റ് ചെയ്യും അല്ലേ, പ്രപഞ്ചം മൊത്തത്തെയും അഫക്റ്റ് ചെയ്യും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിച്ചാൽ. ഇനി പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ വിവിധ ഇനം വിഷപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവ അന്തരീക്ഷ വായുവിൽ കലരുന്നത് വായുവിൻ്റെ സന്തുലനാവസ്ഥയെ ബാധിക്കുകയും മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. മനുഷ്യൻ്റെ ഇടപെടലുകൾ വായുവിലെ ഘടകങ്ങളുടെ സന്തുലനാവസ്ഥയെ ബാധിക്കാതെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായില്ലേ? ഇനി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു ലീനം, ലായകം, ലായനി. അതിൽ പഞ്ചസാര ലായനിയിൽ ജലവും പഞ്ചസാരയും ഉണ്ടല്ലോ. എന്നാൽ ജലത്തിൽ ലയിച്ചു ചേർന്നപ്പോൾ പഞ്ചസാര നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിനൊരു എന്തുകൊണ്ടായിരിക്കും? അതായത് നമ്മൾ ഒറ്റയടിക്ക് പറയും, എന്നാ പറയും, പിള്ളേർ ചോദിച്ചാൽ നമ്മൾ പറയും എന്താ, പഞ്ചസാര വെള്ളത്തിൻ്റെ അകത്ത് ലയിച്ചു ചേർന്നു. ഉത്തരം പറഞ്ഞാൽ അതാണ് കറക്റ്റായിട്ടുള്ള ആൻസറും. എന്താണ്? പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചു ചേർന്നു. അതിനൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഇവരെ പറഞ്ഞിരിക്കുന്നതാണിത്. പ്ലാസ്റ്റിക് ഭരണി, കരിങ്കൽ കഷ്ണങ്ങൾ, ചെറുപയർ. അതായത് ഇത് നമ്മളൊരു പ്ലാസ്റ്റിക് ഭരണി എടുത്തിട്ട് അതിൻ്റെ നമ്മുടെ മെറ്റിലിടണം. മെറ്റിലിട്ട് നന്നായിട്ട് കുലുക്കണം. അതിൻ്റെ അളവ് മാർക്കർ പേന വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഇത്രയും ഉള്ളെങ്കിൽ നമ്മൾ മെറ്റിൽ കുലുക്കി കഴിഞ്ഞപ്പോൾ ഇത്രയും ഭാഗം മെറ്റിലാണ്. എന്നിട്ട് നമ്മൾ ഇത്രയും ഒരു അടയാളം വെച്ച് എന്ത് മെറ്റിൽ ഇത്രയും ഭാഗത്തേ ഉള്ളൂ. ഇനി നമ്മൾ അതിൻ്റെ അകത്തോട്ട് ചെറുപയറിടുക. അതായത് നമ്മുടെ ചെറുപയർ കുഞ്ഞല്ലേ, മെറ്റിനേക്കാളും ചെറുതാണ്. അങ്ങനെ ഇട്ട് കഴിയുമ്പം എന്തായിരിക്കും സംഭവിക്കുക? പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ കുറച്ച് റവയും കൂടെ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. റവയും കൂടി ഇടുമ്പം ഇതിൻ്റെ എല്ലാം പൊസിഷൻസ് എവിടെയായിരിക്കും? നമ്മൾ സാധാരണഗതിയിൽ ഒരു അടുക്കി സാധനങ്ങൾ വെക്കത്തില്ലേ, ഇവിടെ കുറച്ച് വലുതായിട്ടുള്ളത്, പിന്നെ അതിൻ്റെ മേളിലടുത്തത്, അതിൻ്റെ മേളിലടുത്ത പോർഷൻസ്, അങ്ങനെ അടുക്കി വെക്കത്തില്ലേ? അതുപോലെ തന്നെ ഇവിടെ ആദ്യം ഇട്ടിരിക്കുന്ന നമ്മുടെ മെറ്റൽ, പിന്നെ കുറച്ച് ചെറുപയറുകൾ ഇട്ടു, പിന്നെ നമ്മുടെ റവ ഇട്ടു. അങ്ങനെയാണെങ്കിൽ ഈ റവയുടെ പൊസിഷൻ ഇതിൻ്റെ ഏറ്റവും മേളിലായിരിക്കുമോ, നടുക്കായിരിക്കുമോ, ഏറ്റവും താഴെയായിരിക്കുമോ, എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു പൊസിഷൻ വരിക? റവയും കൂടി ഇട്ട് കഴിഞ്ഞാൽ റവയുടെ പൊസിഷൻ ഞാൻ ചോദിക്കുന്നുള്ളൂ, ചെറുപയർ ചോദിക്കുന്നില്ല. റവ എവിടെയായിരിക്കും കിടക്കുക? ഇത് ഇങ്ങനെയൊരു തട്ടുണ്ട്, അതിൻ്റെ നമ്മൾ മെറ്റിലിട്ട് കുലുക്കി, പിന്നെ കുറച്ച് ചെറുപയറുകൾ ഇട്ടു, പിന്നെ നമ്മൾ കുറച്ച് റവയും കൂടി ഇട്ടു. അപ്പോൾ റവയുടെ പൊസിഷൻ എവിടെയായിരിക്കും? ഈ ഒരു ഭരണിയുടെ ഏറ്റവും മേളിൽ തന്നെ കിടക്കുമോ, നടുക്കായിട്ട് കിടക്കുമോ, അതോ ഏറ്റവും അടിയിലായിരിക്കുമോ, അതോ ഇതിൻ്റെ ഈ മെറ്റിലിൻ്റെയും ചെറുപയറിൻ്റെ ഒക്കെ ഇടയ്ക്കൂടെ ആയിട്ട് കിടക്കുമോ? എങ്ങനെയായിരിക്കും ആ റവയുടെ പൊസിഷൻ വരിക? നിങ്ങൾക്ക് മനസ്സിലായോ അതെന്താ സംഭവം എന്നുള്ളത്? ഇത് ഒരു ബോക്സ്, അതിന് നമ്മൾ ആദ്യം കുറേ മെറ്റിലിട്ടു, നന്നായിട്ട് കുലുക്കി. മെറ്റിൽ കഷ്ണങ്ങൾ നമുക്കറിയാം അത്യാവശ്യം നല്ല വലുതാണ്, അതെല്ലാം ഇങ്ങനെ കിടക്കും അല്ലേ, ഇങ്ങനെ കിടക്കും. അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ എന്ത് കാണും? ചെറിയൊരു സ്പേസ് കാണും. പിന്നെ നമ്മൾ എന്തായിട്ടെ കുഞ്ഞു നമ്മുടെ ചെറുപയർ ഇട്ടു. ചെറുപയർ പറ്റാവുന്നതിൻ്റെ എല്ലാം ഇടയ്ക്കൂടെ സ്പേസുകളിലെല്ലാം ഇടുമ്പം ഈ മേളിൽ തന്നെ തട്ടിക്കിടക്കുമല്ലോ, ഇടയ്ക്കൂടെ പോകുന്നതെല്ലാം ഇടയ്ക്കൂടെ പോവും അല്ലേ. ഇനിയുള്ളതാണ് നമ്മുടെ റവയും കൂടെ നമ്മൾ ഇട്ടു, എന്നിട്ട് നന്നായിട്ട് കുലുക്കി. അപ്പോൾ എന്നായിരിക്കും? നമുക്കറിയാം റവപ്പൊടി കുഞ്ഞായിട്ടിരിക്കുന്ന സാധനമാണ്, അത് ഏതിൻ്റെ ഇടയ്ക്കൂടെ പോവും? ഇതിൻ്റെ എല്ലാം ഇടയ്ക്കൂടെ പോവും. നോക്കിയേ, ചെറുപയർ മണികൾ എവിടെയാണ് നിൽക്കുന്നത്? റവയുടെ ചെറുതരികൾ എവിടേക്കാണ് പോയത്? നമ്മൾ ആ റവപ്പൊടി നന്നായിട്ടിരിക്കുന്ന സാധനം ഈ മെറ്റിലിൻ്റെ എല്ലാം ഇടയ്ക്കൂടെ പോയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് റവേനെ കാണാൻ പറ്റുമോ? ഇല്ല. ഇടയ്ക്കൂടെ എല്ലാം അത് പോയിട്ടുണ്ട്. ആ ഒരു പറ്റാവുന്നതിൻ്റെ ഗ്യാപ്പിൽ കൂടെ എല്ലാം എന്ത് പോയിട്ടുണ്ട്? നമ്മുടെ തരികളെല്ലാം പോയിട്ടുണ്ട്. അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പഞ്ചസാരയും നമ്മൾ വെള്ളത്തിൽ പഞ്ചസാര ഇട്ടു, ഇളക്കി കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ വെള്ളവുമായിട്ട് എന്താണ് പഞ്ചസാര ലയിച്ച് അതിലേക്ക് കാണത്തില്ലാത്ത രീതിയിൽ തന്നെ നമ്മുടെ പഞ്ചസാര വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നു. ഇവിടെയും പറഞ്ഞിരിക്കുക, അതിനൊരു എക്സാമ്പിൾ എന്ന രീതിയിൽ നമ്മൾ ഇത്രയും വലിയൊരു സാധനം എന്താണ് മെറ്റിലുണ്ട്, അതിൻ്റെ ഇടയ്ക്കോട്ട് നമ്മൾ ചെറുപയർ ഇട്ടു, പിന്നെ നമ്മുടെ തരിതരികളായിട്ടുള്ള റവപ്പൊടി. അപ്പോൾ അത്രയും ചെറിയ സാധനം എന്താണ് അവസാനമായപ്പോഴേക്കും കുലുക്കിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും എന്ത് സംഭവിച്ചു?
അതിലേക്ക്, അതായത് കാണത്തില്ലാത്ത രീതിയിൽ നമ്മുടെ മെറ്റിലിൻ്റെയും ചെറുപയറിൻ്റെ എല്ലാം ഇടയ്ക്കോട്ട് പോയി. അതായത് മെറ്റിലിനും ചെറുപയറിനും ഇവയ്ക്കിടയിൽ റവത്തരികൾക്കും നിൽക്കാൻ കഴിയുന്ന എന്തുകൊണ്ട്? മെറ്റിലിനും ചെറുപയറിനും, ഇവിടെ ഇപ്പം ഞാൻ ജസ്റ്റ് 2 വരച്ച് കാണിക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചെറുപയർ വന്ന് വീണു, അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റവത്തരികളും വന്ന് വീണു അല്ലേ? എന്തുകൊണ്ടായിരിക്കും? ഭരണിയിലെ മെറ്റിലിനിടയിൽ ചെറുപയറിനും ഇവയ്ക്കിടയിൽ റവത്തരികൾക്ക് നിൽക്കാൻ കഴിയുന്നതിന് കാരണം എന്താ? അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്പേസ് ഉണ്ട് അല്ലേ? അതായത് വാട്ടർ മോളിക്യൂൾസ്, ആ മോളിക്യൂൾസിൻ്റെ കാര്യം താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്. വാട്ടർ മോളിക്യൂൾസ് എല്ലാം ഇതിന് അടുത്തടുത്ത് നിന്നാലും അതിൻ്റെ ഇടയ്ക്കൂടെ എന്തുണ്ട്? സ്പേസുകളുണ്ട്. നമ്മൾ പഞ്ചസാര ഇട്ട് ഇളകി കഴിയുമ്പോൾ എന്താണ്? പഞ്ചസാര തരികളെല്ലാം ഈ വാട്ടർ മോളിക്യൂൾസിൻ്റെ അകത്ത് സ്പേസുകളിലൂടെ എല്ലാം നിറഞ്ഞ് അത് വെള്ളത്തിൽ അലിഞ്ഞു ചേരും. ആ ഒരു കാര്യം ജസ്റ്റ് പിള്ളേർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവാൻ എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇട്ട് കുലുക്കി കഴിയുമ്പം ഇത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. ഈ ഒരു ബോക്സ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഭരണി എടുത്തിട്ട് മെറ്റിലിടുക. പിന്നെ നമ്മൾ മണൽത്തരികളാണ്, റവയ്ക്ക് പകരം കൂടുതൽ മണൽത്തരികളിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ കാണിക്കുന്നത് അല്ലേ? മണലിട്ട് കഴിയുമ്പം എന്താണ്? മണലിട്ട് കഴിയുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കാണാൻ പറ്റും. ഇത് മെറ്റിലെല്ലാം മൂടിപ്പോകുന്ന രീതിയിൽ ആ മെറ്റിലിൻ്റെ എല്ലാം ഇടയ്ക്കൂടെ തന്നെ ആ സ്പേസ് എല്ലാം ഫില്ല് ചെയ്തിട്ട് ആ മണൽത്തരികൾ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന റവ, ചെറുപയർ, മെറ്റിലാണ്. ജസ്റ്റ് നമുക്ക് അത് ചെയ്ത് നോക്കുമ്പോൾ അറിയാം, ആ ഉള്ള സ്പേസിൽ കൂടെ എല്ലാം റവത്തരികൾ പോയി അവസാനം വരുമ്പം മേളിലോട്ടൊന്നും പോകത്തില്ല. അവസാനം മെറ്റിലുകളും നമ്മുടെ ചെറുപയറുകളും പിന്നെ റവത്തരികളെല്ലാം കൂടെ, ആ റവത്തരികൾ അവസാനം പൊടിയായിട്ട് ഇരിക്കുന്ന കാണാം. അതായത് ചെറുപയറും മെറ്റിലും ഇങ്ങനെ നന്നായിട്ട് നിൽക്കുകയും ചെയ്യും. റവത്തരികളെല്ലാം അതിൻ്റെ ഇടയ്ക്കൂടെ ഫില്ല് ചെയ്യാവുന്നിടത്തൂടെ എല്ലാം ഫില്ല് ചെയ്ത് അത് അത്യാവശ്യം നല്ല ചെറുതായിട്ട് അതിൻ്റെ അകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ നോക്കിക്കേ, ഇനിയുള്ളതാണ് ഈ പദാർത്ഥങ്ങളുടെ നിർമ്മാണ ഘടകം. അതായത് നമുക്കറിയാം പഞ്ചസാര ചെറിയ തരികളായിട്ട് മാറിയാണ് ജലത്തിൽ ഒളിച്ചിരിക്കുന്നതെന്ന്. അതായത് പഞ്ചസാരയുടെ സ്വഭാവ സവിശേഷതകൾ, അതിൻ്റെ നിറമുണ്ട്, രുചിയുണ്ട്, അവസ്ഥയുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞു പഞ്ചസാര ലായനിയിലെ പഞ്ചസാരയുടെ കണങ്ങളെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല. എന്നാൽ പഞ്ചസാരയുടെ ഗുണമായ മധുരം എല്ലാ ഭാഗത്തും ഒരുപോലെ കാണുകയും ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ്? ആ തരികൾ എത്ര നമ്മൾ തരികളായിട്ട് ഇരുന്നാലും ആ പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചു ചേരുന്നുണ്ട്. ചെറിയ ചെറിയ തരികളായിട്ട് പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചു ചേരുന്നു. അത് ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണമാണ്. അതിൻ്റെ നിറം അല്ലെങ്കിൽ അതിൻ്റെ രുചി, അതായിരിക്കുന്ന അവസ്ഥ, ഇതെല്ലാം എന്താണ്? പഞ്ചസാരയുടെ അല്ലെങ്കിൽ പഞ്ചസാരയുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതകളാണ്. അതിൻ്റെ നിറം, രുചി, അവസ്ഥ. നമ്മൾ പറഞ്ഞു പഞ്ചസാര തരികളായിട്ട് ജലത്തിൽ ലയിച്ചു ചേരുന്നു. എന്തുകൊണ്ടാണ്? അതിൻ്റെ ആ കുഞ്ഞു അത്രയും തരികളായിട്ട് ഇരിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ വാട്ടർ മോളിക്യൂൾസിൽ ധാരാളം സ്പേസ് ഉള്ളത് കൊണ്ടും നമ്മൾ ഈ പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചു ചേരുന്നുണ്ട്. ഇനി നമ്മൾ ഖരം, വാതകം ഇവിടെ പറയുന്നുണ്ട്. നോക്കി, മൈക്രോസ്കോപ്പിൽ കൂടെ പഞ്ചസാര ചെറു കണികകളായിട്ട് കാണിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ലൂസ് പഞ്ചസാര അല്ലെങ്കിൽ കല്ലൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, കല്ലനായിട്ടിരിക്കുന്നതാണെങ്കിൽ ഈ ഒരു വലുപ്പം, പിന്നെ അത് പൊടിച്ച് കുഞ്ഞായിട്ടിരിക്കുന്നു. ആ ഏറ്റവും തരി എടുത്താലും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അതിൻ്റെ ടേസ്റ്റും എന്ത് തന്നെയാണ്? നല്ല മധുരമായിരിക്കും. അല്ലാതെ ഏറ്റവും തരിക്ക് മധുരം കാണാതെ ഇരിക്കുന്നൊന്നുമില്ല. ഇവിടെ കണ്ട മൈക്രോസ്കോപ്പിൽ ഇത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാവോ? വലിയൊരു പഞ്ചസാരയുണ്ട്, പിന്നെ പഞ്ചസാര തരി പൊടിച്ചത്, പിന്നെ ചെറു പഞ്ചസാരപ്പൊടി പൊടിച്ചത്, പിന്നെ മൈക്രോസ്കോപ്പിൽ കൂടെ കാണാൻ കഴിയുന്ന രീതി പൊടിച്ചത്, പിന്നെ കാണാൻ കഴിയാത്ത രീതി പൊടിച്ചത്, പിന്നെ സ്വഭാവ ഗുണങ്ങളോട് കൂടി ഏറ്റവും ചെറിയ കണിക. അതാണ് പറഞ്ഞിരിക്കുന്ന ഏത്? നമ്മുടെ തന്മാത്ര. ഇവരെ വേണം നമ്മൾ ആദ്യം പഠിക്കാൻ. പക്ഷേ ഇവിടെ ഈ ടെക്സ്റ്റിൽ അവസാനമാണ്, പഴയ ടെക്സ്റ്റിൽ ഇതാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് എന്ത്? തന്മാത്ര. എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകളാൽ നിർമ്മിതമാണ്. അതായത് ഏറ്റവും ചെറിയ കണിക അല്ലേ? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയതാണ് എന്ത്? ഈ ഒരു ചെറിയ കണിക എന്ന് പറയുന്നത്. അതും നമ്മുടെ വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്ന് കഴിയുമ്പം എന്താ സംഭവിക്കുക? നമ്മുടെ വെള്ളത്തിന് നല്ല മധുരമായിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ അതിൻ്റെ ഏറ്റവും ചെറിയ കണികകളാണ് എന്ത്? തന്മാത്ര എന്ന് പറയുന്നത്. എല്ലാ പദാർത്ഥങ്ങളും എന്താൽ നിർമ്മിതമാണ്? തന്മാത്രകളാൽ നിർമ്മിതമാണ്. ഈ തന്മാത്രകൾ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? മിശ്രിതങ്ങൾ. ഒന്നിൽ കൂടുതൽ മീൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് കേട്ടോ. അതായത് എല്ലാ ഗുണങ്ങളും അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകളാൽ നിർമ്മിതമാണ്. പക്ഷെ പലതരത്തിലുള്ള പല ഇനം തന്മാത്രകളാണെങ്കിൽ, ഒരു സബ്സ്റ്റൻസിൻ്റെ അകത്ത് പല ഇനം തന്മാത്രകളുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? നമ്മുടെ മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ ഓർത്തിരിക്കുക. മിശ്രിതങ്ങളാവുമ്പോൾ എന്താണ്?
ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകളുള്ളത് മിശ്രിതങ്ങൾ. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് എന്ത്? തന്മാത്ര എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു ഡെഫിനിഷനും കൂടെ ഓർത്തിരിക്കുക. നോക്കിയേ, കണാദൻ, അതായത് പുരാതന ഭാരതത്തിലെ തത്വചിന്തകനും പണ്ഡിതനുമായിരുന്നു കണാദൻ. BC 2-ാം ശതകത്തിലോ 6-ാം ശതകത്തിലോ ജീവിച്ചിരുന്നതായി അനുമാനിക്കുന്നു. വിഭജിക്കാൻ കഴിയാത്ത സൂക്ഷ്മകണങ്ങൾ ചേർന്നാണ് എല്ലാ പദാർത്ഥങ്ങളും രൂപപ്പെടുന്നതെന്ന് കണാദൻ വിശ്വസിച്ചു. സൂക്ഷ്മകണങ്ങൾക്ക് പരമാണു എന്നാണ് അദ്ദേഹം പേര് നൽകിയിരുന്നത്. അതായത് കണാദൻ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്? വിഭജിക്കാൻ കഴിയാത്ത സൂക്ഷ്മകണങ്ങൾ ചേർന്നാണ് എല്ലാ പദാർത്ഥങ്ങളും രൂപപ്പെട്ടിരുന്നത്. ഈ സൂക്ഷ്മകണങ്ങൾക്ക് അദ്ദേഹം ഇട്ടിരുന്ന പേരാണ് എന്ത്? പരമാണു. ഓക്കെ, നമ്മൾ പറഞ്ഞു തന്മാത്രകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഒരു പദാർത്ഥത്തിൽ ധാരാളം തന്മാത്രകളുണ്ട്. അതിൻ്റെ ഏറ്റവും ചെറിയ കണികയ്ക്കാണ് നമ്മൾ തന്മാത്ര എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ഇനി തന്മാത്രകൾ അടുത്തിരിക്കുന്നതുണ്ട്, അതുപോലെ തന്നെ അകന്നിരിക്കുന്ന തന്മാത്രകളുണ്ട്. നമുക്ക് നോക്കാം. നോക്കിക്കേ, ഖരം, ദ്രാവകം, വാതകം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഖരത്തിലെ തന്മാത്രകൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, വാതകത്തിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്, ദ്രാവകത്തിൽ എന്താണ് ഇരിക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പിക്ചർ വെച്ച് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഖര അവസ്ഥയിൽ നമ്മുടെ തന്മാത്രകളെല്ലാം എന്താണ്? നമ്മുടെ അടുക്കും ചിട്ടയോടും കൂടിയാണ് അവന്മാർ ഇരിക്കുന്നത്. ലെയർ വൈസ് ആയിട്ടും കോളം വൈസ് ആയിട്ടും എല്ലാവരും നല്ല അടുത്തടുത്താണ് ഇരിക്കുന്നത്. പക്ഷെ ദ്രാവക അവസ്ഥയിലോ അവന്മാർ ഇച്ചിരി അകന്നകത്തിരിപ്പുണ്ട്. പക്ഷെ വാതക അവസ്ഥയിലാണെങ്കിലോ നല്ല രീതിയിൽ അവന്മാർ സ്പ്രെഡായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ദ്രാവകം എന്ന് പറയുമ്പോൾ ഏകദേശം നടുക്കായിട്ടാണ് തന്നെ ഇരിക്കുന്നത്. ഖരമാണെങ്കിൽ നന്നായിട്ട് അടുത്തടുത്തിരിക്കുന്നു, വാതകമാണെങ്കിൽ നന്നായിട്ട് അകന്നിരിക്കുന്നു. അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ ഏതവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും അടുത്തിരിക്കുന്നത്? ഒരു പദാർത്ഥത്തിൻ്റെ ഖര അവസ്ഥയിലാണ് എന്ത്? തന്മാത്രകൾ ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നത്. ഇനി ഏതവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും അകന്നിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ അകന്നിരിക്കുന്നത് എവിടെയാണ്? വാതക അവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ അകന്നിരിക്കുന്നത്. ഇനി നോക്കിയാൽ ഖരപദാർത്ഥങ്ങൾക്ക് നിശ്ചിത രൂപമുള്ളതും വാതകം, ദ്രാവകം എന്നിവയ്ക്ക് നിശ്ചിത ആകൃതി ഇല്ലാത്തതും എന്തുകൊണ്ടാവാം? കാരണം ഒന്നേ ഉള്ളൂ, ഖരത്തിൽ എന്താണ് തന്മാത്രകൾ കറക്റ്റായിട്ട് അവന്മാർ അടുക്കും ചിട്ടയോടെ നമ്മുടെ അസംബ്ലി ലൈനൊക്കെ നിൽക്കുന്ന പോലെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടാണ് അവന്മാർ നിൽക്കുന്നത് അല്ലേ? അടുക്കി എല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ ദ്രാവക അവസ്ഥയിൽ, വാതകത്തിൽ എന്താ, അവന്മാർ തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഷേപ്പുകൾക്കും വ്യത്യാസമുണ്ട്. അതിൻ്റെ നിശ്ചിത രൂപം അല്ലെങ്കിൽ അത് നിൽക്കുന്ന പൊസിഷനുകൾക്കും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഖരവും ദ്രാവകവും ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ ഒരു കൺഫ്യൂഷൻ വരുന്നത് വാതകത്തിലാണോ ദ്രാവകത്തിലാണോ ഏറ്റവും കൂടുതൽ അകന്നിരിക്കുന്നത് എന്നുള്ളത്. അത് ഓർത്തിരിക്കുക. ദ്രാവകം എപ്പോഴും മിഡിൽ പൊസിഷൻ നിൽക്കുന്ന ആളാണ്. അതായത് ഖരമാണെങ്കിൽ നല്ല ഓർഡറിൽ നിൽക്കുന്നു, വാതകമാണെങ്കിൽ ഒട്ടും ഓർഡർ ഇല്ലാതെ നിൽക്കുന്നു. ദ്രാവകം എന്ന് പറയുമ്പോൾ അവൻ അതിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ്, കുറച്ചൊക്കെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക. ഓക്കെ, ഒരു പദാർത്ഥത്തിൻ്റെ 3 അവസ്ഥകളിലും അവയുടെ തന്മാത്രകൾ എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ദ്രാവകങ്ങൾക്ക് ഒഴുകാൻ കഴിയുന്ന എന്തുകൊണ്ടാണ്? വാതകങ്ങൾക്ക് അതിവേഗം വ്യാപിക്കാൻ കഴിയുന്ന എന്തുകൊണ്ടാണ്? ഖരപദാർത്ഥങ്ങൾക്ക് ഒഴുകാനോ വ്യാപിക്കാനോ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അതായത് പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യങ്ങളേ ഉള്ളൂ. ആ തന്മാത്രകളുടെ പൊസിഷൻസ് നോക്കിയാൽ മതി. ദ്രാവകങ്ങൾക്ക് ഒഴുകാൻ കഴിയുന്ന എന്താണ്? തന്മാത്രകൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞാണ് നിൽക്കുന്നത്. അതായത് അവന്മാർക്ക് ഒരു ഫിക്സഡ് പൊസിഷൻ ഇല്ല, അവന്മാർക്ക് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ അവന്മാരിങ്ങനെ പാറിപ്പാറിയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ വാതകങ്ങൾക്ക് അതിവേഗം വ്യാപിക്കാൻ കഴിയുന്നത് അത് വളരെയധികം സ്പ്രെഡാണ്, വളരെയധികം സ്പേസും ഉണ്ട്. നമ്മുടെ ഈ ഫെറ്റ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ നമ്മുടെ സയൻസിൻ്റെ, അപ്പോൾ ICT ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അകത്ത് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇത് കാണാൻ പറ്റും. നമ്മുടെ ഈ വാതകങ്ങൾ ഖരാവസ്ഥയിൽ നമ്മൾ തീ കൂട്ടി വെക്കുമ്പോൾ അത് കൂടുതലായിട്ട് സ്പ്രെഡ് ആവുന്നതും അങ്ങനത്തെ മോളിക്യൂൾസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കിക്കേ, വാതകങ്ങൾക്ക് അതിവേഗം വ്യാപിക്കാൻ കഴിയുന്നുണ്ട്, അതിൽ നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ അതിലെ തന്മാത്രകൾ ഇങ്ങനെ ചീർപ്പാഞ്ഞ് വളരെയധികം സ്പ്രെഡായിട്ടാണ് കിടക്കുന്നത്. പക്ഷെ നമ്മുടെ ഖരപദാർത്ഥങ്ങൾക്ക് അവന്മാർക്ക് അനങ്ങാനും പറ്റുന്നില്ല, തിരിയാനും പറ്റുന്നില്ല. കാരണം എന്നാ, നല്ല പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് അവന്മാർ ഒരു രീതിയിലുള്ള സ്പേസ് പോലും ഇല്ലാതെ അടുത്തടുത്ത് തിങ്ങിയാണ് അവന്മാർ നിൽക്കുന്നത്. അതാണ് നമ്മുടെ ഖരപദാർത്ഥത്തിലെ തന്മാത്രകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനിയുള്ളതാണ് നമ്മുടെ ആറ്റങ്ങൾ. നോക്കിക്കേ, തന്മാത്രകളെക്കാൾ ചെറിയ കണങ്ങളാണ് എന്ത്? ആറ്റങ്ങൾ. നമ്മൾ പറഞ്ഞു ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയ്ക്കാണ് തന്മാത്ര എന്ന് പറയുന്നതെങ്കിൽ തന്മാത്രയേക്കാൾ ചെറിയ കണികയാണ് ഏത്? നമ്മുടെ ആറ്റങ്ങൾ എന്ന് പറയുന്നത്. ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്രകൾ ഉണ്ടാകുന്നത്. കിട്ടിയോ? അതായത്
ഈ കുഞ്ഞു കുഞ്ഞു ആറ്റങ്ങൾ ചേർന്നാണ് എന്തുണ്ടാകുന്നത്? തന്മാത്രകൾ ഉണ്ടാകുന്നത്. പിന്നെ ഈ പലതരത്തിലുള്ള തന്മാത്രകൾ ചേർന്നാണ് എന്തുണ്ടാകുന്നത്? നമ്മുടെ മിക്സ്ചേഴ്സ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്രകൾ ഉണ്ടാകുന്നത്. 2 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്നാണ് ഒരു ജല തന്മാത്ര ഉണ്ടാകുന്നത് അല്ലേ? H2O, അതായത് 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്നാണ് എന്ത്? ഒരു ജല തന്മാത്ര. നമ്മുടെ വാട്ടർ അല്ലേ, വാട്ടർ മോളിക്യൂൾസ് ആണ് ഹൈഡ്രജൻ ആറ്റവും അതുപോലെ തന്നെ ഓക്സിജൻ. അപ്പോൾ 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്നാണ് ഒരു ജല തന്മാത്ര ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ 12 കാർബൺ ആറ്റങ്ങളും അതായത് C12, 22 ഹൈഡ്രജൻ ആറ്റങ്ങളും H22, 11 ഓക്സിജൻ ആറ്റങ്ങളും അതായത് O11 ചേർന്നാണ് ഒരു പഞ്ചസാര തന്മാത്ര രൂപമാകുന്നത്. C12, H22, O11, അതായത് 12 കാർബൺ ആറ്റങ്ങളും 22 ഹൈഡ്രജൻ ആറ്റങ്ങളും 11 ഓക്സിജൻ ആറ്റങ്ങളും ചേർന്നതാണ് ഒരു പഞ്ചസാര തന്മാത്ര. അപ്പോൾ കേട്ടോ, അതായത് തന്മാത്രകളേക്കാൾ ചെറിയ ഘടകങ്ങളാണ് ആറ്റങ്ങൾ. തിരിച്ചു പറയുമ്പം ആറ്റങ്ങൾ ചേർന്നാണ് എന്തുണ്ടാകുന്നത്? തന്മാത്രകൾ. അപ്പോൾ നമ്മുടെ വാട്ടർ മോളിക്യൂളിൻ്റെയും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പഞ്ചസാര തന്മാത്രയുടെ ആ ഒരു കെമിക്കൽ ഫോർമുല പോലെ പറഞ്ഞിട്ടുണ്ട്. അതിൽ എത്ര കാർബൺ ഉണ്ട്, എത്ര ഓക്സിജൻ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു ബോക്സ് ഒന്നിട്ട് പഠിക്കണം കേട്ടോ, ഈ ആറ്റങ്ങൾ എന്നുള്ളത്. ഇനി നോക്കിക്കേ, ഒന്നിലധികം പദാർത്ഥങ്ങൾ കൂടി ചേർന്നതാണല്ലോ മിശ്രിതം അല്ലേ? നമ്മൾ പറഞ്ഞു ഒന്നിലധികം പദാർത്ഥങ്ങൾ കൂടി ചേർന്നതാണ് മിശ്രിതം. അപ്പോൾ മിശ്രിതത്തിൽ ഒന്നിലധികം തരം തന്മാത്രകൾ ഉണ്ടാകില്ലേ അല്ലേ? നമ്മൾ പറഞ്ഞു ഒന്നിലധികം പദാർത്ഥങ്ങൾ കൂടി ചേർന്നതാണ് മിശ്രിതം. അങ്ങനെയാണെങ്കിൽ ആ മിശ്രിതത്തിൽ തന്നെ ഒന്നിലധികം തരം തന്മാത്രകൾ കാണില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. നമ്മുടെ മിശ്രിതമാണെങ്കിൽ ഒന്നിലധികം പദാർത്ഥങ്ങൾ കൂടിച്ചേർന്നാണ് മിശ്രിതം. അതിൽ തന്നെ അപ്പം ഒന്നിലധികം തന്മാത്രകളും കാണും. നമുക്ക് നോക്കാം. ഇത് ABCD എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എയിൽ ഒരു ബ്രൗൺ കളറിലുള്ള സ്പ്രെഡായി കിടക്കുന്നത്, ബിയിലാണെങ്കിൽ ബ്രൗണും ഗ്രീനും ഉണ്ട്, സിയിലാണെങ്കിൽ ബ്രൗണും ബ്ലൂവും ഉണ്ട്, ഡിയിലാണെങ്കിൽ ബ്രൗൺ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ചിത്രീകരണങ്ങൾ നിരീക്ഷിച്ചില്ലേ? എ എന്ന പദാർത്ഥത്തിൽ എത്ര തരം തന്മാത്രകളുണ്ട്? എയിൽ എന്തേ ഉള്ളൂ? ഒരു തരത്തിലുള്ള തന്മാത്രകളുള്ളൂ. നമ്മൾ കളർ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രൗൺ കളറിലുള്ള തന്മാത്രകൾ മാത്രമേ ഉള്ളൂ. ഇനി ബി പദാർത്ഥത്തിലാണെങ്കിലോ 2 തരത്തിലുള്ള തന്മാത്രകൾ കാണും അല്ലേ? ബ്രൗൺ കളറിലുള്ള അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ കളറും ഉണ്ട്. അതുപോലെ തന്നെ ഏതെല്ലാം പദാർത്ഥങ്ങളിൽ പലതരം തന്മാത്രങ്ങളുണ്ട്? ഇപ്പം നോക്കിക്കേ, ബിയിലും സിയിലും എന്തുണ്ട്? പലതരത്തിലുള്ള തന്മാത്രകളുണ്ട്. പക്ഷേ ഒരുപോലെയുള്ള തന്മാത്രകൾ എവിടെയുള്ളൂ? എയിലും ഡിയിലും. ഏതെല്ലാം പദാർത്ഥങ്ങളിലാണ് ഒരേ ഇനം തന്മാത്രകളുള്ളത്? എവിടെയൊക്കെ ഉണ്ട്? എയിലും ഡിയിലും മാത്രം ഒരേ ഇനം തന്മാത്രകളുണ്ട്. ബിയിലും സിയിലും ആണെങ്കിൽ 2 തരത്തിലുള്ള തന്മാത്രകളുണ്ട്. നോക്കിക്കേ, ചില പദാർത്ഥങ്ങൾ ഒരേ തരം തന്മാത്രകൾ ചേർന്നുണ്ടാകുന്നു. ഇവ ശുദ്ധ പദാർത്ഥങ്ങളാണ്, അതായത് പ്യുവർ സബ്സ്റ്റൻസസ്. ഒരേ ഇനം തന്മാത്രകൾ മാത്രമുള്ളതിനെ നമ്മൾ എന്ത് പറയും? ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയും. നമ്മൾ മിശ്രിതങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ, ഒരേ ഗുണം സവിശേഷതകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരേ സ്വഭാവമുള്ള മിശ്രിതങ്ങളാണ് ഏത്? ഏകാത്മക മിശ്രിതം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഒരേ തരം തന്മാത്രകളുള്ള പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ തന്മാത്രകൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് എന്ത്? ശുദ്ധ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ചിലത് വ്യത്യസ്ത ഇനം തന്മാത്രകൾ ചേർന്നുണ്ടാകുന്നു. ഇനി ഇക്കാര്യങ്ങൾ ചിത്രത്തിൽ നിന്ന് മനസ്സിലായില്ലേ? ഒരേ ഇനം തന്മാത്രകൾ അടങ്ങിയ പദാർത്ഥങ്ങളും വ്യത്യസ്ത ഇനം തന്മാത്രകൾ അടങ്ങിയ പദാർത്ഥങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. ഇനി നോക്കിക്കേ, ശുദ്ധ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസസ്. ഒരേ ഇനം തന്മാത്രകൾ കൊണ്ടുണ്ടായ പദാർത്ഥങ്ങളാണ് എന്ത്? ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. മിശ്രിതങ്ങളിൽ വ്യത്യസ്ത തന്മാത്രകൾ ഉണ്ടായിരിക്കും. അതായത് ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരേ ഇനം തന്മാത്രകൾ കൊണ്ടുണ്ടാക്കിയ പദാർത്ഥങ്ങളാണ് നമ്മുടെ ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ മിശ്രിതങ്ങളിൽ എന്താണ്? വ്യത്യസ്ത തരത്തിലുള്ള തന്മാത്രകൾ ഉണ്ടായിരിക്കും. ഇനി മിശ്രിതങ്ങൾ ശുദ്ധ പദാർത്ഥങ്ങളാണോ? അല്ല. കാരണം അതെന്താണ്? അതിൽ വ്യത്യസ്ത തരത്തിലുള്ള തന്മാത്രകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മിക്സ്ചേഴ്സ് ശുദ്ധ പദാർത്ഥങ്ങളാണെന്ന് പറയാൻ പറ്റില്ല. ശുദ്ധ പദാർത്ഥത്തിൻ്റെ പ്രത്യേകത എന്താ? അവിടെ ഒരേ ഇനം തന്മാത്രകൾ മാത്രമേ നമ്മുടെ ശുദ്ധ പദാർത്ഥത്തിലുള്ളൂ. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറേ ശുദ്ധപദാർത്ഥങ്ങൾ പറയുന്നുണ്ട്. ഈ എക്സാമ്പിൾസ് എല്ലാം പഠിക്കണം കേട്ടോ. ശുദ്ധപദാർത്ഥങ്ങളുടെ എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഇരുമ്പ്, ചെമ്പ്, കാർബൺ, നമ്മുടെ വാട്ടർ, ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇവന്മാരെല്ലാം എന്തിന് ഉദാഹരണമാണ്? ശുദ്ധപദാർത്ഥങ്ങൾക്ക് ഉദാഹരണമാണ്. ഈ എക്സാമ്പിളുകൾ പഠിക്കണം കേട്ടോ. അതായത് ഇരുമ്പ്, ചെമ്പ്, കാർബൺ, ജലം, ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇത്രയും എന്തിന് ഉദാഹരണങ്ങളാണ്? ശുദ്ധപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസസ്. നമ്മൾ പറഞ്ഞു ഒരേ ഇനം തന്മാത്രകളുള്ളത് അല്ലേ, നമ്മുടെ പ്യുവർ സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ ശുദ്ധപദാർത്ഥങ്ങൾ. ഇതിൻ്റെ എക്സാമ്പിൾസ് പഠിക്കണം കേട്ടോ. ഇരുമ്പ്, ചെമ്പ്, കാർബൺ, ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, ഈ 7 എണ്ണത്തിൻ്റെ പേരുകൾ പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ശുദ്ധപദാർത്ഥങ്ങളുടെ ഉദാഹരണങ്ങളാണ്. ഇതിൽ ഏതാണ് ശുദ്ധപദാർത്ഥമല്ലാത്തത്? ആ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഈ 7 എണ്ണത്തിൻ്റെ പേരുകൾ പഠിക്കണം. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ജലം, പിന്നെ ഇരുമ്പ്, ചെമ്പ്, നമ്മുടെ കാർബൺ, ഇവയെല്ലാം എന്താണ്? ശുദ്ധ പദാർത്ഥങ്ങൾക്ക് എക്സാമ്പിൾസ് ആണ്. അതായത് പ്യുവർ സബ്സ്റ്റൻസിൻ്റെ എക്സാമ്പിളാണ് ഈ തന്നിരിക്കുന്ന 7 എണ്ണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പേരുകൾ പഠിക്കണം. ഇനി ഇവിടെ തന്നിട്ടുണ്ട് ശുദ്ധപദാർത്ഥവേത്, മിശ്രിതവേത് എന്ന് തരം തിരിച്ചെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കഞ്ഞി അല്ലേ, നമ്മൾ കുടിക്കുന്ന കഞ്ഞി, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന തന്മാത്രകൾ എന്തൊക്കെയാണ്? വെള്ളമുണ്ട്, ഉപ്പുണ്ട്, മറ്റ് പദാർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഇത് ശുദ്ധപദാർത്ഥമാണോ മിശ്രിതമാണോ? ഒരെണ്ണം നിങ്ങൾ പറഞ്ഞാൽ മതി. കഞ്ഞി മിശ്രിതമാണോ ശുദ്ധപദാർത്ഥമാണോ? നമ്മളെന്നും കഴിക്കുന്ന സാധനം അല്ലേ നമ്മളെ കഞ്ഞി. എന്ന് മിശ്രിതമാണോ ശുദ്ധപദാർത്ഥമായിരിക്കുമോ? മിശ്രിതമാണ് നമ്മുടെ കഞ്ഞി എന്നുള്ളത് അല്ലേ. മിശ്രിതമായിട്ട് വരുന്നതാണ് കഞ്ഞി. കാരണം അതിൽ ധാരാളം തന്മാത്രകളാണ്. ഇത് വ്യത്യസ്ത തരത്തിലുള്ള തന്മാത്രകളുണ്ട്. ഇനി പെൻസിൽ ഗ്രാഫൈറ്റ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഗ്രാഫൈറ്റ് എന്നുള്ള തന്മാത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് എന്താണ്? ശുദ്ധപദാർത്ഥമാണ് അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഒരു ബോക്സ് വെച്ചാൽ നമുക്കത് മനസ്സിലാവും. ഇത് പഞ്ചസാരയാണെങ്കിൽ അതിലെന്താണ്? പഞ്ചസാര തന്മാത്രകളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതും ശുദ്ധപദാർത്ഥമാണ്. സോഡാവെള്ളമാണെങ്കിൽ അതിൽ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്, ജലവും ഉണ്ട്. അപ്പം വ്യത്യസ്ത തരത്തിലുള്ള തന്മാത്രകളുണ്ട്. അതുകൊണ്ട് തന്നെ അതെന്താണ്? മിശ്രിതമാണ്. സംഭാരമാണെങ്കിൽ അതും മിശ്രിതമാണ്. ശുദ്ധജലം നമ്മളിപ്പോൾ പറഞ്ഞു, ആരാണ് അവൻ? നമ്മുടെ പ്യുവർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എന്താണ്? ശുദ്ധപദാർത്ഥമാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണെങ്കിൽ അതിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതും ശുദ്ധപദാർത്ഥം എന്ന രീതിയിൽ വരും. സ്വർണ്ണാഭരണം ആണെങ്കിൽ അതിൽ നമ്മൾ പറഞ്ഞു 916 അല്ലേ, സ്വർണം 916, പിന്നെ വെള്ളി, ചെമ്പ്, മറ്റ് ലോഹങ്ങളൊക്കെ ആണെങ്കിൽ അത് 84 ഗ്രാമും വരും. അത് നമ്മൾ മുമ്പേ കണ്ടായിരുന്നു. അപ്പോൾ അതെന്തിൽ പെടും? മിശ്രിതത്തിൻ്റെ അകത്ത് വരും. ഇനി സ്വർണം മാത്രമാണെങ്കിൽ എന്താണ്? അതിൻ്റെ അകത്ത് സ്വർണം മാത്രമേ ഉള്ളൂ. ഇത് സ്വർണ്ണാഭരണം ആകുമ്പോൾ അതിൻ്റെ അകത്ത് മിശ്രിതമാണ്. സ്വർണം മാത്രമാണെങ്കിൽ അത് സ്വർണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു ശുദ്ധപദാർത്ഥം എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ബോക്സും കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. കാരണം നമുക്ക് തന്മാത്രകൾ അപ്പോൾ ഇതിൽ ശരിയായത് ഏത് തെറ്റായത് ഏത് അങ്ങനെ വരാമല്ലോ. അതായത് ഇന്ന സാധനം ശുദ്ധപദാർത്ഥമാണ്, ഇനി ഇത് മിശ്രിതമാണ്, ശരി ഏത് തെറ്റ്, അതായത് ശരിയായത് ഏത് തെറ്റായത് ഏത്, ആ ഒരു രീതിയിലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പും ക്വസ്റ്റ്യൻ ചോദിക്കാമല്ലോ. അപ്പോൾ ഈ ഒരു ബോക്സും കൂടെ അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന തന്മാത്രകൾ ഏതൊക്കെ, അതിലേതൊക്കെയാണ് ശുദ്ധപദാർത്ഥങ്ങൾ, ഏതൊക്കെയാണ് മിശ്രിതങ്ങൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. കാരണം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് മിശ്രിതമാണോ അല്ലെങ്കിൽ ശുദ്ധപദാർത്ഥങ്ങളാണോ അല്ലെങ്കിൽ ഏകാത്മകമാണോ അല്ലെങ്കിൽ ഭിന്നാത്മക മിശ്രിതമാണോ എന്നൊക്കെയുള്ളത് നമ്മൾ കഴിക്കുന്ന ആ ഒരു സാധനങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് വരുമ്പം ചെറിയൊരു കൺഫ്യൂഷൻ വന്നെങ്കിലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നോക്കിക്കേ, ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു ശുദ്ധപദാർത്ഥമാണോ? നമ്മൾ കേൾക്കാറുള്ളതാണ് അല്ലേ, ശുദ്ധമായ വെളിച്ചെണ്ണ, ശുദ്ധമായ നെയ്യ്, ശുദ്ധമായ പാല് അല്ലേ എന്നിങ്ങനെയുള്ള പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ശുദ്ധമായത് എന്ന വാക്ക് ശാസ്ത്രത്തിൽ പ്രയോഗിക്കുന്നത് പരസ്യത്തിൽ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല. ശുദ്ധമായ വെളിച്ചെണ്ണ എന്നാൽ അതിൽ മറ്റ് എണ്ണകളോ ഘടക പദാർത്ഥങ്ങളോ അടങ്ങിയിട്ടില്ല എന്നാണ് വിപണിയിൽ അർത്ഥമാക്കുന്നത്. പക്ഷേ ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ എന്താണ്, വെളിച്ചെണ്ണയിൽ മറ്റ് പല ഘടകങ്ങളുടെ തന്മാത്രകൾ അടങ്ങിയ ഒരു ഏകാത്മക മിശ്രിതമാണ്. അതായത് വെളിച്ചെണ്ണ പുറത്തുനിന്ന് സാധനങ്ങൾ മേടിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ വെളിച്ചെണ്ണ മേടിക്കുമ്പോൾ എന്താണ്, മറ്റ് പല ഘടകങ്ങളുടെയും തന്മാത്രകൾ അടങ്ങിയ ഒരു ഏകാത്മക മിശ്രിതമാണ് എന്ത്, നമ്മുടെ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഏകാത്മക മിശ്രിതം പറഞ്ഞു. വെളിച്ചെണ്ണ എടുത്താൽ എന്താണ്, എല്ലായിടത്തും ആ എണ്ണ
അല്ലേ? എണ്ണ എന്നുള്ള ആ ഒരു ഓയിലാണ് നമ്മുടെ വെളിച്ചെണ്ണ പാക്കറ്റ് പൊട്ടിച്ചാൽ. പക്ഷേ അതിൻ്റെ അകത്ത് എന്താണ് മറ്റ് പല ഘടകങ്ങളുടെയും തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ട് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പം. അതൊരു ഏകാത്മക മിശ്രിതമാണ്. അതുപോലെ തന്നെ അതൊരു ശുദ്ധപദാർത്ഥമാണോ? അല്ല, അതൊരു മിശ്രിതം. ആ ഒരു ഇതിൻ്റെ ശുദ്ധപദാർത്ഥമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് പലതരത്തിലുള്ള കെമിക്കൽസ് അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ട് വരാം. അപ്പോൾ പലതരത്തിലുള്ള തന്മാത്രകൾ, മറ്റ് പല തന്മാത്രകൾ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത് തന്നെ നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അതൊരു ഏകാത്മക മിശ്രിതമാണ് താനും. നമ്മൾ പറഞ്ഞു ഏകാത്മക മിശ്രിതത്തിൻ്റെ പ്രത്യേകത എന്താ? എല്ലായിടത്തും നോക്കിയാൽ ഒരേ സ്വഭാവമാണ്, അല്ലേ? എണ്ണ എല്ലായിടത്തും നിന്ന് എടുത്താലും എണ്ണ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഏകാത്മക മിശ്രിതമാണ്. പക്ഷേ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് ഒരിക്കലും പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നമ്മുടെ ചക്കിലാട്ടിയ എന്നൊക്കെ നമ്മൾ പറയത്തില്ല. നമ്മൾ വീടുകളിൽ തന്നെയാണെങ്കിൽ അത് പിന്നെയും പ്യുവർ സബ്സ്റ്റൻസ്, പ്യുവർ എണ്ണ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. എന്ന് നോക്കി ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി. ഓരോ വിഭാഗത്തിനും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. മിശ്രിതങ്ങൾ നമ്മൾ പറഞ്ഞു, ഈ ഒരു ടേബിൾ ഓർത്താൽ മതി. പദാർത്ഥങ്ങൾ 2 ടൈപ്പ് ഉണ്ട്, ശുദ്ധപദാർത്ഥവും മിശ്രിതങ്ങളും. മിശ്രിതത്തിൽ തന്നെ 2 എണ്ണം ഉണ്ട്, ഏകാത്മക മിശ്രിതവും ഭിന്നാത്മക മിശ്രിതവും, അല്ലേ? ശുദ്ധപദാർത്ഥം നമുക്കറിയാം, ഒരേ തന്മാത്രകൾ മാത്രമുള്ളെങ്കിൽ അത് ശുദ്ധപദാർത്ഥം. ഏകാത്മകമാണെങ്കിൽ അവന് ഒരേ സ്വഭാവം മാത്രമാണ്. ഭിന്നാത്മകമാണെങ്കിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്താൽ പലതരത്തിലുള്ള ആൾക്കാരെ കിട്ടും. അതാണ് നമ്മുടെ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, കൂടിക്കലർന്നവ വേർതിരിക്കാം. എല്ലാം മിക്സ്ചേഴ്സ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അതിനെ ഏതൊക്കെ ടൈപ്പിൽ വേർതിരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കുറച്ച് നമ്മൾ ആ ഒരു ടേബിളുണ്ട്, നമുക്ക് ആ ടേബിൾ നോക്കാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, ഉപ്പളങ്ങളിൽ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നത് ആ ഒരു പിക്കാണ് തന്നിരിക്കുന്നത്. കണ്ടോ, ഉപ്പളങ്ങളിൽ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നത് എങ്ങനെയാണ്? അതുപോലെ തന്നെ തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്നു, മണലിൽ നിന്ന് ഇരുമ്പ് പൊടി വേർതിരിക്കുന്നു, നെല്ലും പതിരും വേർതിരിക്കുന്നു. ആ ഒരു വേർതിരിക്കൽ മാർഗം നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഈ ഒരു ടേബിൾ ഓർത്തിരിക്കുക, എന്നിട്ട് ഞാൻ പഴയ ടെക്സ്റ്റ് ബുക്കിൽ അത് കാണിക്കാം കേട്ടോ. ഇനി ഉപ്പളങ്ങളിൽ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ഏത് നമ്മൾ പറയുന്നത്? എന്താണ്? സെൻട്രിഫിക്കേഷൻ, അല്ലെങ്കിൽ ആ ഒരു പേര് നമ്മൾ പറയുന്നത്. അതായത് അപകേന്ദ്രണം, അങ്ങനെയാണ് മലയാളത്തിൽ പറയുന്നത് കേട്ടോ. അപകേന്ദ്രണം. ഓക്കെ, അതായത് നമ്മുടെ അത് മാറിപ്പോയിട്ടോ, ഞാൻ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് വന്നു. അത് വന്ന് നമ്മുടെ തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് പറയുന്നത് കേട്ടോ. സെൻട്രിഫിക്കേഷൻ മാറിപ്പോയിട്ടോ, നിങ്ങളത് എഴുതി വെക്കല്ലേ. ഓക്കെ, തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്ന ഏതാണ്? അതാണ് നമ്മുടെ അപകേന്ദ്രീകരണം അല്ലെങ്കിൽ സെൻട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ എഴുതിയതിൻ്റെ ഒരു മിസ്റ്റേക്ക് വന്ന് പറഞ്ഞത് മാറിപ്പോയി, സോറി കേട്ടോ. തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്നു ആ ഒരു പ്രോസസ്സിൽ നമ്മൾ പറയുന്ന എന്താണ്? അപകേന്ദ്രണം. നിങ്ങൾ ഈ പേര് മറന്നു പോയാലും നിങ്ങൾ ഇംഗ്ലീഷ്, നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഓപ്ഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഇംഗ്ലീഷിലുള്ള ഇതുകൂടെ നോക്കുക കേട്ടോ. സെൻട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്, സെൻട്രിഫ്യൂഗേഷൻ കേട്ടോ. ആ ഒരു പേര് നോക്കണേ. ചില വാക്കുകൾ നമുക്ക് മലയാളത്തിൽ പെട്ടെന്ന് ക്ലിക്കായാലും നമ്മൾ ഇംഗ്ലീഷിലെ ആ വേർഡ് നോക്കുമ്പോൾ മനസ്സിലാവുന്നേ. അപ്പോൾ അത് ഓർത്തിരിക്കുക. തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുക, നമ്മൾ തൈര് കടഞ്ഞെടുക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അപ്പോൾ ആ ഒരു ഇത് ഓർത്തിരുന്നാൽ മതി. അപകേന്ദ്രണം അല്ലെങ്കിൽ സെൻട്രിഫിക്കേഷൻ എന്ന് പറയും. ഇനി മണലിൽ നിന്ന് ഇരുമ്പ് പൊടി വേർതിരിക്കുന്നതാണെങ്കിൽ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, നോക്കിക്കേ. എന്താണ് മണലിൽ നിന്ന് ഇരുമ്പ് പൊടി വേർതിരിക്കാൻ? കാന്തം, അല്ലേ? കാന്തം കാണിച്ചാൽ മതി. നമുക്ക് കാന്തത്തേൽ എന്താണ്? ഇരുമ്പ് പറ്റി പിടിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് മണലിൻ്റെ അകത്തുനിന്ന് കാന്തത്തിൻ്റെ അല്ലല്ലോ, ഇരുമ്പ് പൊടി നമുക്ക് വേർതിരിക്കാൻ പറ്റും. ഇനി നെല്ലും പതിരും വേർതിരിക്കാനാണെങ്കിൽ നമ്മൾ അതിനെ ഉപയോഗിക്കുന്ന എന്ത്? മെതിക്കൽ, അല്ലേ? നെല്ലും പതിരും വേർതിരിക്കുന്നതാണ് മെതിച്ചെടുക്കുക, അല്ലേ? നമ്മുടെ പാടങ്ങളിലൊക്കെ മെതിക്കലുണ്ടാവും. ഇനി ഉപ്പളങ്ങളിൽ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നതാണ് നമ്മുടെ ഇവാപ്രേഷൻ എന്നുള്ള ആ ഒരു പ്രക്രിയ. അത് നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്താണ് വരുന്നത്. ഞാൻ ആ ടെക്സ്റ്റ് ബുക്കും കൂടെ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. എന്ത് ചെയ്ത് പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ വേർതിരിക്കൂ പലതരത്തിലുണ്ട്, അങ്ങോട്ട് വരാം. ഇത് കണ്ടോ, ഇതാണ് ലയിച്ചു ചേർന്നവ വേർതിരിക്കൽ. അതായത് കടൽ ജലത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കുന്ന ഉപ്പളങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് ഉപ്പ് വേർതിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിന് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് എന്ത്? ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വേർതിരിക്കുന്ന ആ ഉപ്പളങ്ങളിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്ന ആ ഒരു ഇതിൻ്റെ അകത്ത് ഓപ്ഷൻസിൻ്റെ അകത്ത് വരുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇവാപ്രേഷൻ എന്നുള്ള ആ ഒരു ഇതുണ്ടോ നോക്കിയാൽ മതി കേട്ടോ. ബാഷ്പീകരണം, ഇത് പലതരത്തിലുള്ള വേർതിരിക്കൽ മാർഗങ്ങളുണ്ട്. ബാഷ്പീകരണമുണ്ട്,
അരിക്കലുണ്ട്, തെളിയൂറ്റലുണ്ട്, പെറുക്കി മാറ്റലുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കാന്തം വെച്ച് ഇത് ഈ തരികൾ, ഇരുമ്പിൻ്റെ തരികൾ നമ്മൾ എടുക്കുന്നതുണ്ട്. അതുപോലെ തന്നെ മെതിക്കലുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ സെൻട്രിഫിക്കേഷൻ, കടഞ്ഞെടുക്കുന്ന പറയുന്നില്ലേ, തൈര് കടഞ്ഞെടുക്കുന്ന പറയുന്നത്. അങ്ങനെ പലതരത്തിലുള്ള വേർതിരിക്കൽ മാർഗങ്ങളുണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ പേരുകൾ ഓർത്തിരിക്കുക. അതായത് ഒന്നാമത്തെ നോക്കിക്കേ, തെളിയൂറ്റൽ. എന്താണ്? ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് എന്ത്? നമ്മുടെ തെളിയൂറ്റൽ എന്ന് പറയുന്നത്. ഇതെന്താ? ഓക്കെ, വെയിറ്റ്. ഓക്കെ. ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ. ഇപ്പം നമ്മൾ ഒരു ഗ്ലാസിൻ്റെ അകത്ത് വെള്ളം എടുത്തു, പിന്നെ കുറച്ച് മണ്ണിട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി വിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? മണ്ണെല്ലാം എടുത്തിട്ട് നമുക്ക് വെള്ളം മാത്രം മതി. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ എടുക്കുന്നതാണ് എന്ത്? ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് എന്ത്? തെളിയൂറ്റൽ. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. ഇത് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ട് തന്നേക്കാവേ, നിങ്ങൾ അതുകൂടെ ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് എന്ത്? നമ്മുടെ തെളിയൂറ്റൽ എന്ന് പറയുന്നത്. ഇത് നോക്കിക്കേ, വെള്ളം തെളിയിക്കാൻ നമുക്ക് എന്നൊക്കെ ഉപയോഗിക്കാം? നമ്മുടെ ഫണൽ, അരിപ്പ അല്ലേ? നമ്മൾ ചായ തിളപ്പിക്കുമ്പോൾ നമ്മുടെ ചായപ്പൊടി അല്ലേ അരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ അരിപ്പ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫിൽറ്റർ പേപ്പർ, തുണി കഷ്ണം, പിന്നെ വട്ടി, ഇതൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ വെള്ളം തെളിയിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ എന്താണ് തെളിയൂറ്റൽ എന്നുള്ളത് ഓർത്താൽ മതി. എന്താണ്? ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് നമ്മുടെ തെളിയൂറ്റൽ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ വേറൊരു വേർതിരിക്കൽ മാർഗ്ഗമാണ് നമ്മുടെ അരിക്കൽ എന്ന് പറയുന്നത്. അതായത് ഒരു മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് അരിക്കൽ എന്ന് പറയുന്നത്. അതായത് ഒരു മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ചാണ് വേർതിരിക്കുന്നതെങ്കിൽ അതാണ് നമ്മൾ അരിക്കൽ എന്ന് പറയുന്നത്. തെളിയൂറ്റൽ വരുമ്പം നമ്മൾ അതിനെ അടിയിച്ചിട്ട് മേളിലുള്ള നമ്മുടെ ആ ഭാഗം, അതായത് നമുക്ക് വെള്ളമാണെങ്കിൽ വെള്ളം, ആ ഒരു പോർഷൻ മാത്രം, ആ ഒരു ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്നതിന് നമ്മൾ തെളിയൂറ്റൽ എന്ന് പറയും. ഇനി ഇതുപോലെ ഒരു മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ അരിക്കൽ എന്ന് പറയും. ഇനി നോക്കിക്കേ, ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുക? ഇവാപ്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ഒരു സ്റ്റീൽ സ്പൂണിൽ കുറച്ച് ഉപ്പുവെള്ളം എടുത്ത് സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിച്ച് ചൂടാക്കൂ. ജലം ബാഷ്പമായി പോകുമ്പോൾ സ്പൂണിൽ എന്താണ്? ഉപ്പ് മാത്രം അടിഞ്ഞ് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതാണ് എന്ത്? ഇവാപ്രേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അരിക്കൽ കണ്ടു, തെളിയൂറ്റൽ കണ്ടു, അതുപോലെ തന്നെ നമ്മുടെ ഇവാപ്രേഷൻ. പിന്നെയുള്ളതാണ് ഇരുമ്പ് പൊടി വേർതിരിക്കുന്നത്. അതിൻ്റെ അകത്താണ് നമ്മൾ പറഞ്ഞ എന്ത്? നമ്മുടെ ഇരുമ്പ് പൊടി വേർതിരിക്കാനാണ് നമ്മളെ കാന്തം കൊണ്ടേ, ആ മണലിൻ്റെ അകത്ത് ഇരുമ്പ് പൊടികളുണ്ടെങ്കിൽ കാന്തം കൊണ്ടേ കാണിക്കുമ്പോൾ കാന്തത്തിൽ നമ്മുടെ ഇരുമ്പ് പൊടി പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഇരുമ്പിനെ മണലിൻ്റെ അകത്തൊന്നും വേർതിരിക്കാൻ പറ്റും. പിന്നെയുള്ളതാണ് ഈ പെറുക്കിയെടുക്കൽ എന്ന് പറയുന്നത്. ചില കല്ലുകളൊക്കെ നമ്മൾ അരിക്കകത്ത്, നമ്മൾ മുറത്തിൻ്റെ അകത്ത് ഇങ്ങനെ വീശി എടുക്കുമല്ലോ, കല്ലുകളൊക്കെയാണ് നമുക്ക് പെറുക്കി മാറ്റാൻ പറ്റും. അപ്പോൾ പെറുക്കി മാറ്റൽ അതും ഒരു വേർതിരിക്കൽ പ്രക്രിയയാണ്. പിന്നെ മണ്ണ് നല്ലൊരു അരിപ്പ, നമുക്കറിയാം ഫിൽട്രൈസേഷൻ, നമ്മൾ മുച്ചട്ടി അരിപ്പ അതിൻ്റെ അകത്തൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. മണ്ണ്, മെറ്റിൽ അല്ലെങ്കിൽ ചിരട്ടക്കരി ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ വെള്ളം അതിൻ്റെ അകത്തൂടെ എല്ലാം അരിച്ചിറങ്ങുമ്പോൾ നല്ല പ്യുവർ വാട്ടർ ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പം മണ്ണും ഇതുപോലെ തന്നെ ഒരു അരിപ്പയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വേർതിരിക്കൽ മാർഗ്ഗങ്ങളാണ്. അപ്പോൾ ചിലപ്പോൾ ഈ മാത്സ് ദ ഫോളോയിങ് ആയിട്ട് നമുക്ക് മാത്സ് ദ ഫോളോയിങ് എന്ന രീതിയിൽ 1 ABCD തെറ്റിച്ചും തരാം, 4 ഓപ്ഷൻസിൽ അങ്ങനെ തരാറുണ്ടല്ലോ നമുക്ക് ചില ക്വസ്റ്റ്യൻസ്. അതായത് A 1, B 4, C 2, D 3, ആ രീതിയിൽ നമുക്ക് ഓപ്ഷൻസ് വരാമല്ലോ. ഇപ്പോൾ 4 എണ്ണത്തിൽ A, B, C, D. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഓരോന്നും മാത്സ് ഫോളോയിങ് ആയിട്ട്, ഇത് തെളിയൂറ്റലിന് ഇന്ന സാധനം ഉദാഹരണം, അരിക്കലിന് വേറെ ഒരെണ്ണം, അതുപോലെ തന്നെ പെറുക്കി മാറ്റലിന് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഉദാഹരണം, പിന്നെ നമ്മുടെ ഇരുമ്പ് മാറ്റുന്നതിന് വേറെ ഒരു ഉദാഹരണം. അങ്ങനെ അതിൽ ഏതായിരിക്കും മാത്സ് ഫോളോയിങ് എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ മേലെ. അപ്പം ഇത് ഓർത്തിരിക്കുക, ഇങ്ങനെ ഈ തരത്തിലുള്ള വേർതിരിക്കൽ മാർഗ്ഗങ്ങളാണ് ഉള്ളതെന്ന്. അതായത് തെളിയൂറ്റലുണ്ട്, അരിക്കലുണ്ട്, പെറുക്കി മാറ്റലുണ്ട്, പിന്നെ നമ്മുടെ കാന്തം ഉപയോഗിച്ചിട്ടുള്ള തരികളില്ലേ,
മണലിൽ നിന്ന് ഇരുമ്പ് പൊടി വേർതിരിക്കുന്ന ആ കാന്തം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നതും അതുമായിട്ട് തന്നിരിക്കുന്ന വേർതിരിക്കൽ മാർഗവും അത് ഏതാണെന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. അതായത് വേർതിരിക്കൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ബാഷ്പീകരണമുണ്ട്, മെതിക്കലുണ്ട്, പിന്നെ നമ്മൾ പറഞ്ഞ സെൻട്രിഫിക്കേഷനുണ്ട്, നമ്മുടെ ഈ കാന്തം ഉപയോഗിച്ചിട്ടുള്ളതുണ്ട്, അരിക്കലുണ്ട്, തെളിയൂറ്റലുണ്ട്, പെറുക്കിമാറ്റലുണ്ട്. ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള വേർതിരിക്കൽ മാർഗ്ഗങ്ങൾ. പിന്നെയുള്ളതാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്നത്. ശരീരത്തിനുള്ളിലെ മാലിന്യ വേർതിരിക്കൽ പ്രക്രിയ. രക്തത്തിൽ നിന്ന് മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അരിപ്പകളാണ് വൃക്കകൾ. ഇതെല്ലാം നമ്മൾ പഠിച്ചതാ അല്ലേ, നമ്മുടെ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തൊക്കെ നമ്മൾ പഠിച്ചതാണ് നമ്മുടെ ബോഡി പാർട്സും എല്ലാം, വൃക്കകളെ പറ്റിയൊക്കെ. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ രക്തമാണുള്ളത്. ഈ രക്തം നിരന്തരമായി നമ്മുടെ വൃക്കകളിൽ കൂടി അരിക്കലിന് വിധേയമാകുന്നു. ഇത് ശരീരത്തിൽ സ്വാഭാവികമായി നടക്കുന്ന വേർതിരിക്കൽ പ്രക്രിയയാണ്. വൃക്കകൾക്ക് തകരാർ സംഭവിച്ചാൽ ഈ അരിക്കൽ പ്രക്രിയ കുറഞ്ഞ് രോഗി ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇത്തരം രോഗികളെ സഹായിക്കുന്നത് കൃത്രിമ അരിക്കൽ പ്രക്രിയയായ ഡയാലിസിസ് വഴിയാണ് അല്ലേ. നമ്മുടെ വൃക്കകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പം ആ ഒരു അരിക്കൽ പ്രക്രിയ നടക്കുന്നില്ല. നമ്മുടെ നല്ല ബ്ലഡ് ബോഡിയിലെ എല്ലാ പാർട്സിലേക്കും പോകണം, ചീത്ത ബ്ലഡ് മാറണം, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ആ ഒരു പ്രക്രിയ നടക്കാതെ വരുമ്പം എന്താണ്, നമ്മൾ ഡയാലിസിസ് പോലുള്ള മാർഗങ്ങളുണ്ടാകും. അപ്പം നമ്മുടെ ശരീരത്തിൽ ഈ മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു അരിപ്പ അല്ലേ, ശരീരത്തിലെ അരിപ്പ എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ വൃക്കകളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മെയിനായിട്ട് ഇതിൻ്റെ അകത്തുള്ളത്. അതായത് ശുദ്ധപദാർത്ഥങ്ങളുണ്ട്, അതുപോലെ മിശ്രിതങ്ങളുണ്ട്. മിശ്രിതങ്ങളിൽ തന്നെ 2ആയിട്ടുണ്ട്, ഏകാത്മക മിശ്രിതവും ഭിന്നാത്മക മിശ്രിതവും. ആ ഒരു കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. അത്രയും ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക, അതിൻ്റെ എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ കണ്ട നമ്മുടെ വേർതിരിക്കൽ മാർഗ്ഗങ്ങൾ, അത് ജസ്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ വന്നിട്ട് ഇത് ഏതുമായിട്ട് കണക്ട് ചെയ്തതാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പം ജസ്റ്റ് അത് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അതിൽ ആ ബാഷ്പീകരണവും അതുപോലെ തന്നെ സെൻട്രിഫിക്കേഷനും ആ 2 പേരുകളും പിന്നെ നമ്മുടെ തെളിയൂറ്റലും അരിക്കലും അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യങ്ങളാണ്. കാരണം ഈ ബാഷ്പീകരണം പെട്ടെന്ന് നമുക്ക് ആ ഉപ്പിൻ്റെ കാര്യം വരുമ്പം ബാഷ്പീകരണത്തിൻ്റെ ആ ഒരു ഇത് പെട്ടെന്ന് തിങ്ക് ചെയ്ത് നമുക്ക് വരണമെന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം ജസ്റ്റ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക, അത് എന്തിൻ്റെ വേർതിരിക്കൽ മാർഗ്ഗമാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്തുള്ളത്. അതുപോലെ തന്നെ ഈ പ്യുവർ സബ്സ്റ്റൻസ് ഈ ഒരു എക്സാമ്പിളും